السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اهدنا وسددنا. الحمد لله. നമ്മൾ കഴിഞ്ഞ ദിവസം ഫാമിലി ഇന്ററാക്ഷൻസിൽ തന്നെ പേഴ്സണാലിറ്റി ടൈപ്സ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇൻഷാല്ലാ അതിന്റെ കണ്ടിന്യൂ ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ എപ്പോഴത്തെയും പോലെ ഐഫോസി അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് അൽഹംദുലില്ലാ നമ്മൾ സെപ്റ്റംബർ കോഴ്സ് കലണ്ടർ കംപ്ലീറ്റ് ചെയ്തു. ഇൻഷാല്ലാ ഒക്ടോബറിലെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുവരെ നമ്മൾ ചെയ്ത കോഴ്സസ് അല്ലെങ്കിൽ ക്ലാസ്സസ് എന്ന് പറയുന്നത് കിഡ് സെക്ഷനിൽ 3 കോഴ്സായിട്ട്, കോഴ്സിന്റെ പേര് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാം. അതായത് മോട്ടിവേഷൻ സീരീസ് ഉണ്ട്, വൈ ഇസ്ലാം, ഇസ്ലാം എന്നുള്ള ആ ഒരു ക്ലാരിറ്റി കുട്ടിക്ക് കൊടുക്കുന്ന അതിൽ 5 മോഡ്യൂള്, ലെറ്റ്സ് ലേൺ ത്രൂ സ്റ്റോറീസ് 2 മോഡ്യൂള്, ഹൂസ് അള്ളാഹ് സീരീസിൽ 2 മോഡ്യൂള്. അങ്ങനെ അത് ഡിഫറെന്റ് ടീച്ചേഴ്സ് ആണ് എടുക്കുന്നത് ഓരോന്നും. അങ്ങനെ മൊത്തത്തിൽ ഒരു 9 സെഷൻസ് കിഡ്സിന്റെ സീരീസിൽ കഴിഞ്ഞു. അതേപോലെ ടീൻസിലും ക്ലിയർ ഇസ്ലാം, അവരുടെ ഇസ്ലാമിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള ക്ലാരിറ്റി കൊടുക്കുന്ന മോട്ടിവേഷൻ സീരീസ് ആണ്. അതിൽ 5 മോഡ്യൂള്. ഖുർആൻ ആൻഡ് മീ നമ്മൾ അമ്മ ജുസു, അതായത് സൂറത്ത് ഫാത്തിഹയും അമ്മ ജുസും കൂടെ കമ്പൈൻ ചെയ്ത് അവരുടേതായ ഒരു സ്റ്റൈലിൽ കുറച്ച് പേരെയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഖുർആൻ ആൻഡ് മീ. അതിനകത്ത് 2 മോഡ്യൂൾസ് കഴിഞ്ഞു. ലവ് ഫോർ പ്രോഫറ്റ്, ഇത് സീറ, ഈവൻ അഗെയിൻ അവരുടെ പ്രാർത്ഥന പറ്റുന്ന സ്റ്റൈലിൽ കൊടുക്കുന്നതാണ്. സീറ 2 മോഡ്യൂൾസ് കഴിഞ്ഞു. സീറ റേഹ മാമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് മാഷാഅല്ലാ. പിന്നെ യങ് അഡൽസ്, യൂത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ അവരുടെ നോ ഡൗട്ട് സീരീസ്, ഇസ്ലാമിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വേണ്ട ഉത്തരം കൊടുക്കുന്ന ഒരു സെഷനാണത്. അതിൽ 5 മോഡ്യൂളും, ഫൗണ്ടേഷൻ ഓഫ് ഇസ്ലാമിക് ബിലീഫ് ഇതിൽ 2 മോഡ്യൂളും, ഖുർആൻ ഇൻ മൈ ലൈഫ് തഫ്സീറാണ്, സൂറ യൂസുഫിനെ ബേസ് ചെയ്തിട്ടുള്ള തഫ്സീറ തുടങ്ങിയത് ഹസന മാം എടുക്കുന്നത്. അങ്ങനെ അത് 2 മോഡ്യൂളും. അങ്ങനെ മൊത്തത്തിൽ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി കോഴ്സസിന്റെ സെക്ഷനിൽ 27 സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി കണ്ടിന്യൂ ചെയ്യും ഇൻഷാല്ലാ. ഇപ്പോൾ ഫ്രീ തന്നെയാണ് ഇപ്പോഴും ആപ്പ്. പറ്റുന്നവരൊക്കെ, ഇനി നിങ്ങൾ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ജോയിൻ ചെയ്യാനും ചെയ്യിക്കാനും ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ കുറെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് കുട്ടികൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അത് കുഴപ്പമില്ല, നിങ്ങൾ നിർബന്ധിക്കണ്ട. പക്ഷെ അവരെപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഡൗട്ടായിട്ട് വരുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്കുള്ള ഉത്തരം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. നിർബന്ധിക്കുമ്പം കൂടുതൽ അവർക്ക് അതിൽ നിന്ന് അകച്ച വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പറഞ്ഞിട്ട് കുട്ടികൾ കേൾക്കാത്തതാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന ഒരു പോയിന്റിൽ അവരെ പിടിക്കുക. ഒന്നെങ്കിൽ അവർക്ക് അതിനകത്ത് തന്നെ കാര്യമുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ നിന്നോട്ടെ, അവരെന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അവർ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ജംഗ്ഷനിൽ വന്ന് നിൽക്കുമ്പം അവരെ നിങ്ങൾ ഗൈഡ് ചെയ്യാൻ നോക്കുക. എപ്പോഴും ആ ഒരു രീതിയിൽ എടുത്താൽ മതി. നമ്മൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സമയത്ത് അവരുടെ മേലെ കമ്പൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊന്നും അവരെടുക്കൂല എന്ന് മാത്രമല്ല, അവർ അതിൽ നിന്ന് കൂടുതൽ അകന്നു പോവുകയുള്ളൂ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പം അത്രയാണ് ഐഫോസി അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് പേഴ്സണാലിറ്റി ടൈപ്പുമായിട്ട് കണ്ടിന്യൂ ചെയ്യാം ഇൻഷാല്ലാ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ക്രിയേഷൻസിലുള്ള വെറൈറ്റീസ്. അള്ളാഹു അത്രയും വെറൈറ്റി ആയിട്ടാണ് മനുഷ്യന്മാരെ, ഈവൻ നമ്മുടെ മുഖത്ത് ഫേസിന്റെ ആ ഒരു ഡിഫറൻസിലെ ഓരോരുത്തരുടെയും മുഖത്ത് വെറും കണ്ണും മുക്കും ചുണ്ടും വെച്ചിട്ട് എത്രത്തോളം കോടാനുകോടി വെറൈറ്റീസ് ആണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയത് നമ്മൾ കണ്ടു. അതിന്റെ തുടർച്ചയായിട്ട് ഫിസിക്കലി അള്ളാഹ് ഇത്രയും വെറൈറ്റീസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അല്ലെ, ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് അല്ലെ ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ. അതിനകത്ത് ഇത്രത്തോളം വെറൈറ്റീസ് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇടാൻ പറ്റും അല്ലെ എന്ന് നമ്മൾ കണ്ടു. അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ കഴിഞ്ഞ വീക്ക് പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അല്ലെ, നമുക്കറിയാം ഏത് 2 ആളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ പ്രോബ്ലംസ്, അവരുടെ സാഹചര്യങ്ങൾ എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഒരു 2 ആൾക്കും ഒരേപോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ല അല്ലെ. കാരണം നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു സൃഷ്ടിച്ച ഓരോ പ്രൊഡക്റ്റിന്റെയും അല്ലെ, ഓരോ പ്രൊഡക്റ്റിന്റെയും നേച്ചർ അള്ളാഹ്ക്ക് അറിയാം. ഓരോരുത്തരുടെയും സ്വഭാവം എന്താണെന്ന് അള്ളാഹ്ക്ക് അറിയാം. ഓരോരുത്തരുടെയും അറ്റാച്ച്മെന്റ് എന്താണെന്ന് അള്ളാഹ്ക്ക് അറിയാം. ഓക്കെ, ഈ ദുനിയാവില് ഓരോ മനുഷ്യന്മാരും ഓരോന്നുമായിട്ടാണ് അറ്റാച്ച്ഡ്. ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുന്നത്
വേറെ വേറെ കാര്യങ്ങളിലായിരിക്കും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്ക്രിപ്റ്റ് അവർക്ക് പരീക്ഷണം കൊടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അറ്റാച്ച്മെന്റിൽ നിന്ന് അവർ ഡിറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ് അള്ളാഹു എഴുതി വെക്കുക. സുബ്ഹാനല്ലാഹ് അല്ലെ, നമ്മളുടെ ഓരോരുത്തരുടെയും പരീക്ഷണം നമുക്ക് തന്നെ, നമ്മളിത് കുറേ പ്രാവശ്യം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഓരോരുത്തരുടെയും അറ്റാച്ച്മെന്റ് എന്താണോ അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരീക്ഷണം കൊണ്ടുവരാം. പക്ഷെ നമ്മൾ മനുഷ്യന്മാർ എന്താ ചെയ്യല്ലേ, നമ്മൾ ജഡ്ജ് ചെയ്യും വേഗം. കണ്ടോ, ഞാൻ ഈ കാര്യത്തില് ഞാൻ അങ്ങനെയല്ല, നമ്മൾ ഇങ്ങനെ ചെയ്യും, ഓൾ എന്താലേ അങ്ങനെ, ഓൾ എന്താലേ അങ്ങനെ എന്ന് പറയുന്നത് ഓളെ നേച്ചറെ മനസ്സിലാക്കിയിട്ട് ഓളെ അറ്റാച്ച്മെന്റ് മനസ്സിലാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓക്ക് എഴുതിയിട്ടുള്ള സ്റ്റോറിയാണ്. അവിടെയാണ് ഓള് കൈയും കാലിട്ട് അടിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അവൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റാത്തത് അവളുടെ അറ്റാച്ച്മെന്റ് അവിടെ ആയതുകൊണ്ട്. നമുക്ക് അതിനകത്ത് അറ്റാച്ച്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആ കാര്യം ഈസി ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പുറത്ത് നമ്മൾ വേറൊരു കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ കുറേ സമയം നമ്മളുടെയൊക്കെ കളയുന്നത് നമ്മളെ ജഡ്ജ്മെന്റിലൂടെയാണ്. അവളെന്താ ഇങ്ങനെ, ഇവളെന്താ ഇങ്ങനെ, ഞാൻ ഇങ്ങനെയല്ലല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ. അത് നമ്മുടെ സംസാരങ്ങളിൽ ഒരു 85% നമുക്ക് ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന, ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ ഓക്കെ ആണ്, ഞാൻ അവളെക്കാളും നല്ലതാണ്, ഞാൻ അവനേക്കാളും നല്ലതാണ് എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന സംസാരങ്ങളായിരിക്കും പലപ്പോഴും നമ്മളുടെ സംസാരങ്ങളിൽ പോലും വരുന്നത്. എല്ലാവരുടെയും നല്ല മെജോറിറ്റി ആളുകളുടെ അവരുടെ ചിന്തകളിലും, നമ്മുടെ ചിന്തകളൊക്കെ പലപ്പോഴും നമ്മൾ കൺക്ലൂഡ് ചെയ്യുക പോലും അവള് മോശമായിട്ടാണ്, അല്ലെങ്കിൽ അവൾ ആ കാര്യം അങ്ങനെ മോശമായിട്ട് ചെയ്യുന്നുണ്ടോ, ഞാൻ നല്ലോണം ചെയ്യുന്നുണ്ടല്ലോ അൽഹംദുലില്ലാ അല്ലെ. ആ ഒരു രീതിയിലായിരിക്കും നമ്മളുടെ മെജോറിറ്റി ടൈമും ഒക്കെ കളയുന്നത്. പക്ഷെ ശരിക്കും ഭയങ്കര വിഡ്ഢിത്താണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി സൃഷ്ടിച്ചപ്പോ തന്നെ, അള്ളാഹു വെറൈറ്റീസ് ഉണ്ടാക്കിയപ്പോ തന്നെ, അള്ളാഹു ആ വെറൈറ്റി ടൈപ്പിൽ പരീക്ഷണങ്ങൾ കൊടുത്തപ്പോഴും ഓരോരുത്തരും അവരവരുടേതായ പാതയിൽ ഞാൻ നന്നാകാൻ എന്ത് ചെയ്യണം, ഞാൻ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ജഡ്ജ്മെന്റിന് പകരം കൂടുതൽ എമ്പതി ഉണ്ടാവുമായിരുന്നു അല്ലെ. ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവളും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഹെൽപ്പ് ആവശ്യമുണ്ട്, അതുകൊണ്ട് അവൾക്കും ഹെൽപ്പ് ആവശ്യം ഉണ്ടാവും അല്ലെ. ശരിക്കും എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും ദുനിയാവ് തന്നെ. എത്ര മാറാൻ നമുക്കും എത്രത്തോളം മാറാൻ പറ്റും, മറ്റുള്ളവർക്കും എത്രത്തോളം മാറാൻ പറ്റും. പകരം ആ സമയം അത്രയും നമ്മൾ യൂസ് ചെയ്യുന്നത് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടും. അത് കാരണം മറ്റുള്ളവർക്ക് അവരുടെ പ്രോഗ്രസിനും ബുദ്ധിമുട്ടുണ്ടാക്കാണ്. നമ്മളുടെ പ്രോഗ്രസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല അല്ലെ. നമ്മളെ മാറ്റങ്ങൾക്ക് കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. പകരം അവരുടെ മാറ്റം, അവരൊരു പക്ഷെ മാറാൻ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവിടെ പോയി തടസ്സമിടാണ്. ഇജെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചില്ല, ആ ഇജെന്താ ഇങ്ങനെ എന്നുള്ള കാര്യം ചിലപ്പോൾ അവൾ ഓൾറെഡി എത്രയോ ട്രൈ ചെയ്ത് മാറിയിട്ടായിരിക്കും അവിടെ നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ വെറൈറ്റി എന്ന് പറയുന്ന കാര്യം അത് നമുക്ക് ശരിക്കും ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാല് ഒരുപാട് നമുക്ക് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റും. പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ അത് ദുനിയാവിയായ പ്രോഗ്രസ് അല്ല, അള്ളാഹുവിനോടുള്ള അടുക്കുന്ന ആ ഒരു യാത്രയിൽ, ആ ഒരു ഓട്ടത്തിൽ ഒരുപാട് ദൂരം നമുക്ക് താണ്ടാൻ പറ്റും. സമയങ്ങൾ നമുക്ക് വേസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ആണ് പേഴ്സണാലിറ്റി ടൈപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. അതായത് എക്സ്ട്രോവേർട്ട് ആൻഡ് ഇൻട്രോവേർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സൈക്കോളജിക്കലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു തിയറി വെച്ചിട്ടാണ് പറയുന്നത്. ആൻഡ് ഇതിന്റെ അർത്ഥം ഈ ഒരു 8 മാത്രമേ ഉള്ളൂ, എന്താണ് ആ ഒരു എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് പെയർ എന്ന് പറയുന്നത്, അതിനപ്പുറത്തേക്ക് ഇല്ല എന്നല്ല. ഓർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് എക്സാക്ട് ഡെഫിനിഷൻ എന്നല്ല, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ച് നമ്മൾ അളന്നിട്ട് ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യണം എന്നല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ യെസ്, അള്ളാഹു ഇപ്പം നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ വെറൈറ്റീസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മറ്റുള്ളവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും അല്ലെ, നമ്മുടെ സമയം ആ ജഡ്ജ്മെന്റിലും അവരെ കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കുന്നതിലും അവരെ പുഷ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വലത് കൈ കൊണ്ട് സൈൻ ചെയ്യുന്നവരെ ഇടത് കൈ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് സമയം കളയാനും ഒക്കെ കളയുന്നതിന് പകരം നമ്മൾ കൂടുതൽ എന്ത് ചെയ്യും, നമ്മള് നന്നാക്കുന്നതിലും അവരെ നന്നാവാൻ ഹെൽപ്പ് ചെയ്യുന്നതിലും പ്രോഗ്രസ് ചെയ്യും. അവരെ നന്നാക്കുന്നതിൽ നിന്ന് തടസ്സമുണ്ടാക്കി ജഡ്ജ് ചെയ്ത് അവരൊരിക്കലും ആ വഴിയിലേക്ക് വരുന്നതിന് വെറുപ്പിച്ച് അകറ്റി കളയുന്നതിന് പകരം നമ്മൾ കൂടുതൽ നമ്മൾ നന്നാവുന്നതിലും മറ്റുള്ളവരെ എങ്ങനെ നന്നാക്കാം എന്ന് ചിന്തിക്കുന്നതിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഇതിൽ നമ്മൾ ഈ പറയുന്ന എക്സാക്ട് തിയറിയും എക്സാക്ട് ഡെഫിനേഷനിലും ഒന്നും ആരും സ്റ്റക്കായി പോകരുത്. ഇതിൽ നിന്നുള്ള ലെസൺ മാത്രം എടുത്തിട്ട് മുന്നോട്ട് പോവാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് സെൻസിങ് ആൻഡ് ഇൻറ്റ്യൂട്ടീവ് എന്നുള്ള ആ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റിനെ കുറിച്ചാണ്. 4 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് സെഷൻസിൽ എടുക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം സെൻസിങ് ആൻഡ് ഇൻറ്റ്യൂട്ടീവ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഈ സെൻസിങ് ആൻഡ് ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
ഈ വാക്കുകളുടെ അർത്ഥം അറിയുന്നവർക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും ഇതെന്താന്ന്. സെൻസിങ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, നമുക്കൊരു ചിന്ത ഉണ്ടാവും. തൽക്കാലം നമുക്ക് ആ ഒരു വേർഡ് മീനിങ്ങിനെ കുറിച്ച് അറിയുന്ന ചിന്തകളൊക്കെ നമുക്ക് അവിടെ പറിച്ച് മാറ്റി വെക്കാം. നമ്മൾ കംപ്ലീറ്റ്ലി പുതിയതായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകണം. ഓക്കെ, സെൻസിങ്ങിനും ഇൻറ്റ്യൂഷനും ആ രണ്ട് വാക്കുകൾക്ക് നമുക്ക് അറിയുന്ന മീനിങ് നമുക്ക് അവിടെ തൽക്കാലം അവിടെ മാറ്റി വെക്കാം. പേഴ്സണാലിറ്റി ട്രെയ്റ്റിൽ സെൻസിങ് ആൻഡ് ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സെൻസിങ് ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ദുനിയാവിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഇൻഫർമേഷൻസ്, ഓരോ വിവരങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ്. ഓക്കെ, ആ വിവരങ്ങളെ നമ്മൾ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത്, ആ വിവരങ്ങൾ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ മറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണ് സെൻസിങ് ആൻഡ് ഇൻറ്റ്യൂഷൻ. ആർക്കും പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം ഇത് കുറച്ചും കൂടെ നമ്മളിപ്പം കുറെ ഐഹികമായിട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിൽ ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചിട്ട് ഐഹികമായ വിദ്യാഭ്യാസത്തിൽ ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല എന്നോ കണക്ട് ചെയ്യാൻ പറ്റൂല എന്നോ അല്ല, അവർക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇതിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മെല്ലെ മെല്ലെ സിമ്പിൾ ആയിട്ട് വിശദീകരിച്ചു പോവാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മളിൽ തന്നെ സുബ്ഹാനല്ലാഹ് സെൻസിങ്ങും ഇൻറ്റ്യൂട്ടീവും ആയിട്ടുള്ള ആൾക്കാർ ഉണ്ട്. അതിന് ഞാൻ നമ്മുടെ ദീനി വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും റിലേറ്റ് ചെയ്യാൻ. അപ്പം ഈ സെൻസിങ് ആൻഡ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന സ്വഭാവം അല്ല ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് പറഞ്ഞു ചുറ്റുപാടിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അറിവുകൾ എടുക്കുന്നത്, അതിന് നമ്മൾ എങ്ങനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്, അതുപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോണത് എന്നുള്ളതാണ് ഈ ഒരു സംഭവം. ചിലർക്ക് ചില കാര്യങ്ങൾ അവരുടെ ഒരു എന്താ പറയാ ചിന്തയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത്, അതുകൊണ്ട് അതുപോലെ ആയിരിക്കും ഇനി കാര്യങ്ങൾ നടക്കാന്ന് വിചാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നവരുണ്ടാവും. എന്നാൽ ചിലർ കുറച്ചൊരു ഗസ് വർക്ക് ഒക്കെ നടത്തിയിട്ട് ഓക്കെ അവർക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, അവരിങ്ങനെ വൈൽഡ് ആയിട്ട് ഇമാജിൻ ചെയ്തിട്ട് ഇങ്ങനെയാണ് അവരുടെ ഗട്ട് ഫീൽ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കും. അതായത് പാസ്റ്റിൽ നടന്നതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല, ഇങ്ങനെ നടക്കും കാര്യം, അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അവരുടെ ഇൻറ്റ്യൂഷൻ, അവരുടെ ഉള്ളിലുള്ള ആ ഒരു തോന്നലിന് കൂടുതൽ ഇമ്പോർട്ടൻസ്, അവരുടെ ഗട്ട് ഫീലിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ നമ്മൾ ഒരു സ്കൂൾ സിസ്റ്റത്തിലൂടെയൊക്കെ പോയിട്ടുള്ള പ്രോപ്പർ സ്കൂൾ സിസ്റ്റം, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇനിയിപ്പോ എന്തെങ്കിലും പ്രൊഫഷണലോ നോൺ പ്രൊഫഷണലോ ഡിഗ്രിയും ഒക്കെ എടുത്തിട്ടുള്ള, അതായത് ഒരു എക്സ്റ്റൻസീവ് ഇതുണ്ടല്ലോ സ്കൂൾ സിസ്റ്റം, അതായത് 2 കൊല്ലം KG, 10 കൊല്ലം സ്കൂള്, പിന്നെ ഹയർ സെക്കൻഡറി, അത് കഴിഞ്ഞിട്ട് ഡിഗ്രി, PG ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പം ആ ഒരു സിസ്റ്റത്തിലൂടെ പോയ ആൾക്കാർ ഈവൻ അവർ കുറച്ച് ഇൻറ്റ്യൂട്ടീവ് ആണെങ്കിൽ പോലും അവരുടെ ആ ഒരു പഠിപ്പിച്ച രീതി കാര്യങ്ങളൊക്കെ കാരണം അവർ സെൻസിങ് ടൈപ്പ് ആയിട്ടുണ്ടാവും. അതായത് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ എടുത്ത് ശരിക്കുള്ള ഫാക്ട്സും ഫിഗേഴ്സും ഉണ്ടെങ്കിൽ മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു രീതിയിൽ, അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മൾ ജനിക്കുന്നത് ഫിത്രയിലാണെങ്കിലും നമ്മുടെ എൻവയൺമെന്റ് നമ്മളെ ചുറ്റുപാട് നമ്മളെ ചേഞ്ച് ചെയ്യുന്നു, അതുപോലെ ചിലപ്പോൾ മാറിയവരും ഉണ്ടാവാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള മാറ്റത്തിന്റെ റിസൾട്ട് ആയിട്ടൊക്കെ വരുന്ന ഇന്നത്തെ ജനറേഷനിൽ നമ്മൾ കാണുന്ന വലിയൊരു സംഭവമാണ് നിങ്ങൾ ദൈവത്തിനെ കാണുന്നുണ്ടോ. അപ്പൊ കാണാത്ത കാര്യത്തിന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും അല്ലെ? അത് റിലയബിൾ ആയിരിക്കണം, അത് റിസർച്ച് പ്രൂവ് ചെയ്തിരിക്കണം, സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ടാവണം അല്ലെ? നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ദീനീ രംഗങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടെയാണ് ഇത്. എന്തുകൊണ്ടാ ഞാനിത് ഇനിയിപ്പോ പറയാൻ പോണത് എന്റെ അതായത് സെൻസിങ്ങും ഇൻറ്റ്യൂഷനും മനസ്സിലാക്കിയപ്പം എനിക്ക് മനസ്സിലായ 1-2 കാര്യങ്ങളാട്ടോ. ഇത് എവിടെയും തിയറി ആയിട്ടോ ആരും പറഞ്ഞു വെച്ചതൊന്നുമല്ല. അതിപ്പം നമ്മൾ എടുക്കുന്ന ഇവിടെ ഇപ്പൊ നടക്കുന്ന പൊതുവെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഉള്ള അതിന് ആളുകൾ സ്വീകരിക്കുന്ന ഒരു രീതി വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്ന റിയാക്ഷൻ വെച്ചിട്ട് ഞാൻ കാറ്റഗറൈസ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോഴത്തെ ഒരു 50+ 60+ ആയിട്ടുള്ള ആളുകൾ, അവരില് ഒരു ചെറിയ ശതമാനം ഒഴികെ മെജോറിറ്റി ആളുകളും അല്ലെ ഒരു എലിമെന്ററി വിദ്യാഭ്യാസം മാത്രം കഴിഞ്ഞ് ഒരു വീട്ടമ്മമാരായിട്ട് സെറ്റിൽ ആയവരോ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും. അപ്പം അവരൊക്കെയും കുറച്ചും കൂടെ ഒരു ഇൻറ്റ്യൂട്ടീവ് ടൈപ്പ് ആളുകളായിരിക്കും. അതായത് അവരുടെ ഗട്ട് ഫീലിംഗ് എന്ത് പറയുന്നുവോ അതിനെ കുറച്ചും കൂടെ ഫോളോ ചെയ്യാൻ. ഈവൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ, അവരൊക്കെ ഈ ഫോണിൽ വരുന്ന എല്ലാ ന്യൂസിന്റെയും പിന്നാലെ പോകുന്ന, അത് ചിലപ്പം ഹോക്സ് ആയിരിക്കും, ലൈക്ക് ഫേക്ക് ന്യൂസ് ആയിരിക്കും, എന്തായാലും. പക്ഷെ അവരൊക്കെ എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒന്നും നോക്കാതെ വിശ്വസിക്കുന്ന, അങ്ങനെ എടുക്കാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കും. എന്നാൽ ഇതേ സംഭവം നമ്മളെ ജനറേഷൻ, അതായത് ഒരു 30 to 50 അല്ലെങ്കിൽ 40 to 60 റേഞ്ചിലുള്ള ആളുകളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ
പകുതി ആയിരിക്കില്ല, നമ്മൾ അത് മുഴുവനൊന്നും ചിലപ്പോൾ എടുത്തൊന്നും വരില്ല, എന്നാൽ കുറച്ചിന്റെ പിന്നാലെ നമ്മൾ പോവുകയും ചെയ്യും. ഇതേ സമയം ഒരു 30 മൈനസിലെ കുട്ടികളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രാന്താണമ്മ അല്ലെങ്കിൽ വല്യമ്മ ഇതിന്റെ ഒക്കെ പിന്നാലെ പോവാന്ന് അവർ ചോദിക്കും അല്ലെ. അപ്പം ഈ നമ്മളുടെ ഇപ്പോഴത്തെ ഓൾഡർ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവര് ഇപ്പോഴത്തെ യങ്ങസ്റ്റ് ജനറേഷനെ പോലെ സെൻസിങ് ആവാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരല്ല. അതായത് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടി അതിന് റിസർച്ച് ചെയ്ത് അത് എക്സ്പീരിയൻസിലൂടെ തെളിയിച്ച കാര്യങ്ങളാണെങ്കിൽ മാത്രം സ്വീകരിക്കുക എന്നുള്ള ഒരു സിസ്റ്റമേ അവർക്ക് അറിയൂല. മെജോറിറ്റി ഒരു 90% ഇപ്പോഴത്തെ ഒരു 60+ ആളുകളും എലിമെന്ററി വിദ്യാഭ്യാസം കഴിഞ്ഞ നമ്മൾ ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മളെ കൗമിലാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പുറത്തേക്കൊക്കെ പോയാൽ അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല, നമ്മളെ കൗമിൽ പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ അങ്ങനെയാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻറ്റ്യൂഷൻസ് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പം ദീൻ തന്നെ ആണെങ്കിലും അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ ഫിഗേഴ്സ് അതിന്റെ ഇൻഫർമേഷൻ ഒന്നും സെലക്ട് ചെയ്ത് പോണ ആൾക്കാരില്ല. അവരുടെ അടുത്ത് ഓക്കെ ഇന്ന സുന്നത്ത് ഇന്ന സമയത്ത് നിസ്കരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പിറ്റേ ദിവസം മുതൽ അവരതിന്റെ പ്രതിഫലം മോഹിച്ച് അവരെ നിസ്കരിക്കും അല്ലെ. എന്നാൽ അതിനെ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 50 മൈനസിലേക്ക് അല്ലെങ്കിൽ ഒരു 30+ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു പക്ഷെ ചെയ്യുമായിരിക്കും, പക്ഷെ നമുക്ക് അതിനൊരു ഇത്തിരിയും കൂടെ അല്ലെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിരുന്നെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത് ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ചെയ്താൽ പോലും നമ്മൾ ആ ഡീറ്റെയിൽസ് കിട്ടിയാൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസവും അത് തന്നെയാണ്. എന്തിനാ ഇത്രയും അധികം കാര്യങ്ങൾ വിശദീകരിക്കുന്നേ അല്ലെ. കാരണം നമ്മളുടെ ഒക്കെ ഉള്ളില് ചെറിയൊരു, നമ്മളുടെ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഇടയ്ക്കുള്ള ഏജ് ഗ്രൂപ്പാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരു 30 to 50 അല്ലെങ്കിൽ 40 to 60 ഏജ് ഗ്രൂപ്പാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്താ ഇതിന്റെ രണ്ടിന്റെയും മിക്സ് ആണ്. ഇൻറ്റ്യൂട്ടീവ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഇൻറ്റ്യൂട്ടീവ് ആണ്, കുറച്ചൊക്കെ നമ്മൾ അങ്ങനെയുള്ള ഫാക്ട്സും ഫിഗേഴ്സും ഒന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ സ്വീകരിക്കും. എന്നാൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓൾഡർ ജനറേഷൻ, നമ്മളുടെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ പേരന്റ് ജനറേഷനിലേക്ക് പോകുമ്പോൾ ആ ഒരു പ്രയാസം അവിടെ ഉണ്ട്. അവർ ചോദിക്കും നിങ്ങൾ ഇത് എന്തിനാ ഇത്രയധികം വേണ്ടാത്ത വർത്താനം പറഞ്ഞ, പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടാണോ അവർ ദീനിനെ സ്വീകരിച്ചത്? കാരണം അവരെ സെൻസിങ് ആവാൻ പഠിപ്പിച്ചിട്ടില്ല. അവര് ബേസിക്കലി ജനറലി അവർ സെൻസിങ് ആണ്, ഇൻഫർമേഷൻ ഒക്കെ നോക്കി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ അങ്ങനെ ആയിരിക്കും. അല്ലാതെ അവരൊക്കെ എന്താണ് ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് അവരുടെ ഗട്ട് ഫീലിംഗ് അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതേപടി എടുക്കുന്ന. എന്നാൽ ഇപ്പുറത്തേക്ക് വരുമ്പോഴോ നമ്മളെ മക്കളായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നവരെ നമ്മൾ ഭയങ്കര ടീഡിയസ് ആയിട്ട് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് തള്ളിവിട്ട ആൾക്കാരാണ് അല്ലെ. കറക്റ്റ് ആയിട്ട് കഴിയെങ്കിൽ LKG മുമ്പ് ഒരു 2 കൊല്ലം പ്ലേ സ്കൂള്, എന്നിട്ട് LKG, എന്നിട്ട് സ്കൂള്, +2, അത് കഴിഞ്ഞ പ്രൊഫഷണൽ വിദ്യാഭ്യാസം. ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ PG മാസ്റ്റേഴ്സ് ഇല്ലാത്ത പെൺകുട്ടികൾ പോലും ഇല്ല അല്ലെ. അതിനപ്പുറത്തേക്ക് ഡോക്ടറേറ്റ്. അപ്പം അത്രയും അവർ ഇൻഫർമേഷനും സയൻസിനും റിസർച്ചിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെ മാത്രമേ അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ദീനാണ് അവരുടെ മുമ്പിലേക്ക് വെക്കുന്നതെങ്കിൽ പോലും അവർക്ക് ആ ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻ ഇൻപുട്സ് അവർക്ക് വേണം. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഈ 3 ഏജ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തതും, ഇന്ന ആ കൂട്ടർ സെൻസിങ് ആണ്, ഇന്ന കൂട്ടർ ഇൻക്ലൂട്ടീവ് ആണ്, അല്ലെങ്കിൽ ഇന്ന കൂട്ടർ രണ്ടും കൂടെ മിക്സ് ആണെന്നുള്ളതൊക്കെ ശരിക്കും എന്റെ ഒരു ഒബ്സർവേഷൻ മാത്രമാണ്. ഞാനിത് പറയാനുള്ള കാരണം നമ്മളൊക്കെയും ഒരു പക്ഷേ ഈ ഒരു കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളായിരിക്കും. അവരെന്താ അങ്ങനെ, ഇവരെന്താ ഇങ്ങനെ, നമ്മളെന്താ ഇങ്ങനെ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് അതിനുള്ള ചെറിയൊരു ഉത്തരമാണത്. കാരണം നമ്മളുടെ ഉള്ളില് കുറച്ചൊരു സെൻസിങ് വിത്തും കുറച്ചൊരു ഇൻറ്റ്യൂട്ടീവ് വിത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ എടുക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും ഒക്കെ വ്യത്യാസമുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും എടുത്ത് എല്ലാം പ്രൂവ് ചെയ്ത രീതിയിലാണ് കാര്യങ്ങൾ പഠിക്കുന്നത് എന്ന് നമ്മളെ കുട്ടികളെ സ്കൂളിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ സ്കൂളിൽ അയച്ചിട്ടാണ് സമയം അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അവർ അത്രയും സമയം അവർ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പം ഇവിടെ വന്നിട്ട് ദീനിന്റെ കാര്യത്തിൽ നമ്മൾ അവരുടെ അടുത്ത് പറയാം, നിങ്ങൾ ഇതൊന്നും ചോദിക്കാൻ നിൽക്കരുത്, പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി. അവര് സ്ട്രഗിളിങ് ആണ് അല്ലെ. സെൻസിങ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അടുത്ത് നമ്മൾ പറയാണ് നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ് ആവണം എന്ന്, സ്ട്രഗിൾ ചെയ്യും അവര്. ഓക്കെ, അപ്പം ഈ ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് ശരിക്കും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു കാര്യത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ഇത് ഈ സെൻസിങ് ആൻഡ് ഇൻറ്റ്യൂട്ടീവിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക ആ ഒരു ഐഹിക വിദ്യാഭ്യാസ സയൻസിലുള്ള ആളുകൾക്കായിരിക്കും. അപ്പൊ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ദീനീയ വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ ദീനീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. അപ്പം ഈ സെൻസിങ് ആവുന്നതിന്റെ റിസൾട്ടായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ദൈവമുണ്ടോ, ദൈവത്തിനെ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അള്ളാൻ ആരാ ഉണ്ടാക്കിയത്, അതൊക്കെ എവിടെ, അതിനൊക്കെ തെളിവ് എവിടെയാണ് എന്നൊക്കെ അവർ ചോദിച്ചു വരും. അപ്പം അവിടെ നമുക്കൊരു റൈറ്റ് മിക്സ് ഓഫ് അല്ലെ, നമ്മളെ ദീനില് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന സംഭവം ഇല്ലാതെ വർക്ക് ആവില്ല. കാരണം നമുക്ക് വൈബിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലെ. വൈബിനെ വിശ്വസിക്കൽ എന്താണ്? അത് ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെ നിരത്തി തെളിവുകൾ നിരത്തിയിട്ടുണ്ടാക്കുന്ന കാര്യമാണോ? ഒരിക്കലും അല്ല അല്ലെ. പറഞ്ഞോ അതിന് അതേപടി വിശ്വസിക്കലാണ്. അപ്പൊ നമ്മള് ദീനില്
ഒരു ചെറിയൊരു എലമെന്റ് ഇൻറ്റ്യൂട്ടീവ് സ്വഭാവം നമുക്ക് വേണം. അത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് കുട്ടികളിൽ കൊണ്ടുവരണം. പക്ഷെ എങ്ങനെയാണ് ഇത്രയും സെൻസിങ് ആയിട്ടുള്ള, അത് ഫാക്ട്സും ഫിഗേഴ്സും കിട്ടിയാൽ മാത്രം, തെളിവുകൾ കിട്ടിയാൽ മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്ന കുട്ടികളിലേക്ക് എങ്ങനെ ഇൻറ്റ്യൂഷൻ നമ്മൾ കൊണ്ടുവരാം അല്ലെ? അപ്പം അത് അങ്ങനെ ഒരു റൈറ്റ് മിക്സ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും ആലോചിച്ച് ആരും ബേജാറാവണ്ട, പഠിച്ചോ ഇതെങ്ങനെ റൈറ്റ് മിക്സ് ആക്കുന്നതെന്നൊന്നും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ വെറൈറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ തന്നെ മനുഷ്യന്മാർ ഒരു ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നതിന് പോലും, അവർക്ക് കിട്ടിയ ഒരു വിവരം മനസ്സിലാക്കുന്നതിൽ പോലും ഇത്രയും അധികം വെറൈറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മളൊരു ടീച്ചർ ഒരു ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ 100 ആളുകൾ, ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ള 100 ആളുകൾ അത് 100 രീതിയിലാണ് പ്രോസസ് ചെയ്യുന്നതും ഉള്ളിലേക്ക് എടുക്കുന്നതും. 100 ആളുകൾ 100 ലെവലുകളിൽ നിന്നുകൊണ്ട്, അതായത് അവരുടെ അപ്പോഴത്തെ അവസ്ഥ എന്താണോ, ഇമാന്റെ ലെവൽ എന്താണോ അതിൽ നിന്നുകൊണ്ടാണ് അവർ അതിനെ എടുക്കുന്നത്. ഓക്കെ, അവരുടെ നേച്ചർ എന്താണോ അതിനനുസരിച്ചാണ് അവർ അതിനെ എടുക്കുന്നത്. ഇപ്പൊ പലപ്പോഴും പല ക്ലാസ്സുകൾക്കും അല്ലെ, പല ഗ്രൂപ്പിന്റെ പല ക്ലാസ്സുകൾക്കും ക്രിറ്റിസിസം ഒക്കെ വരുന്നുണ്ട്. അവർ അങ്ങനത്തെ ആൾക്കാരാണ്, ഇവർ ഇങ്ങനത്തെ ആൾക്കാരാണ്. മുമ്പ് എനിക്കൊന്നും നമ്മളെ ഇൻഫോ സക്സസിന്റെ ചാനലിനെ കുറിച്ചെന്ന് പറഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ ഈ ഒരു പോയിന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മനുഷ്യന്മാര് വെറൈറ്റീസ് ആണ്. ഓക്കെ, ഇപ്പം ദീനിനെ തന്നെ നമ്മൾ ട്രഡീഷണൽ സ്റ്റൈലിൽ അല്ലെ ഗ്രന്ഥങ്ങളെ ബൈഹാർട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് പണ്ടത്തെ ജനറേഷന്. അതും അൽഹംദുലില്ലാഹ് ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോഴും അത് വർക്ക് ആവുന്ന ആളുകളുണ്ട്, മാഷാ അല്ലാഹ്. പക്ഷെ അത് ചിലപ്പോൾ നമ്മളെ കുറെ ഒരു ഐഹിക വേൾഡിലേക്ക് ഇറങ്ങിയിട്ടുള്ള കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ഈ മത്തിന് ബൈഹാർട്ട് പഠിക്കുക, ഈ മത്തിന് ബൈഹാർട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബൈഹാർട്ട് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. കാരണം അവരുടെ ബ്രെയിൻ അത്രയും എന്താ പറയാ ഇലാസ്റ്റിക് ആയിട്ടുള്ള കാര്യം അവർ അത്രയും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെന്തിനെന്നുള്ള ചോദ്യം അവരിൽ വരും. അപ്പം ദീനാണെങ്കിൽ പോലും ഓരോരുത്തർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ പല വെറൈറ്റി രീതിയിൽ പഠിപ്പിക്കാൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ ആക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ കഴിയുന്നതും അവർ ചെയ്യുന്ന മോശം, ഇവർ ചെയ്യുന്ന മോശം, അവർ അങ്ങനെയല്ല പറയേണ്ടത്, ഇവരിങ്ങനെയല്ല പറയേണ്ടതെന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക. അള്ളാഹു വെറൈറ്റീസ് ആയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ വെറൈറ്റി എല്ലാ മേഖലയിലും ആപ്ലിക്കബിൾ ആണ്, എല്ലാ മേഖലയിലും ആപ്ലിക്കബിൾ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് മനസ്സിലാക്കാൻ മതി. പിന്നെ അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റബ്ബിന്റെ അടുത്ത് ചോദിക്കാം. റബ്ബ് നമുക്ക് ഹിക്മത്ത് തരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ തഫ്സീറിൽ പഠിച്ച പോലെ നമുക്ക് ഓരോ സിറ്റുവേഷനിലും വേണ്ട ഹിക്മത്ത് റബ്ബ് തന്നെ തരണം. അല്ലാതെ ഇത് ഓരോരുത്തരുടെ അടുത്തും ഓക്കെ നിന്റെ സ്വഭാവം ഇന്നതാണ്, നീ ഇന്ന സ്വഭാവമുള്ള ആളുകളായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇന്നതുപോലെ ചെയ്യണമെന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. അതെല്ലാവർക്കും അവനവന്റെ എക്സ്പീരിയൻസിൽ നിന്നും അവനവന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്ഷനിൽ നിന്നും അവനവന്റെ അറിവിൽ നിന്നും ഒക്കെ കിട്ടുന്ന ആ ഒരു ഹിക്മത്താണത്. അപ്പം നമ്മൾ എത്രയും അധികം അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു, അത്രയും നമ്മൾ ലേസി ആകാതെ നമ്മുടെ സമയം കളയാതെ കൂടുതൽ അള്ളാഹുമായിട്ട് അടുക്കാനും കൂടുതൽ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദീനിനെയും അറിയാനും അത് പ്രാവർത്തികമാക്കാനും നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എത്രത്തോളം അതുപോലെ എത്രത്തോളം നമ്മൾ ഹിക്മത്തിന് വേണ്ടി ചോദിക്കുന്നു, എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു, തഖ്വയുള്ളവരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അപ്പൊ അത്രത്തോളം നമുക്ക് അമലിയായ ഹിദായത്ത് അള്ളാഹു എത്തിച്ചോളും. ഈ അമലിയായ ഹിദായത്തിൽ പെട്ടതാണ് ഈ പറഞ്ഞതെല്ലാം. വെറൈറ്റി ടൈപ്പ് ആളുകൾ എങ്ങനെ ഡീല് ചെയ്യണം എന്നുള്ള മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയും സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ ആയത്തിലുണ്ട്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതിനകത്തുണ്ട്, എല്ലാം അതിനകത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈവൻ അത് കഴിഞ്ഞിട്ടുള്ള ആയത്തുണ്ടല്ലേ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അതിനകത്തുണ്ട് നമ്മൾ ഇൻറ്റ്യൂട്ടീവ് ആവണം എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അതിന് ഒരുപാട് തെളിവും തോന്നും എടുക്കാതെ നിങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കണം എന്നുള്ളത് അതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഇന്ന് വരെ എത്തിച്ച അറിവുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഒരുപാട്, അതായത് പൊതുവേ നമ്മള് ഈ എനിക്കൊന്നും മലയാളി ഗവൺമെന്റ് ഒരു പ്രത്യേകതയാണ്, മാക്സിമം ഇൻഫർമേഷന് എല്ലാ കാര്യങ്ങളും എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആക്കണം എന്നുള്ള ഒരു ചിന്ത. ഓക്കെ, ഇരുന്ന ഇരിപ്പില് എല്ലാം ഇന്ന് തന്നെ അങ്ങോട്ട് ക്ലിയർ ആക്കണം എന്നുള്ള ഒരു ചിന്ത നമുക്കുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അത് ഭയങ്കര ഡേഞ്ചറസും കൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എത്രത്തോളം ഇൻഫർമേഷൻ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടോ, എത്രത്തോളം അറിവും ക്ലാരിറ്റി നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടോ അത്രത്തോളം നമ്മൾ ആൻസറബിൾ ആണ്. അതുകൊണ്ട് ഇന്ന് വരെ എന്നിലേക്ക് എത്തിയ അറിവിനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത്, എങ്ങനെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നാളെ നമുക്ക് വേണ്ടി അറിവ് അള്ളാഹു എത്തിച്ചോളും. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അങ്ങനെ എത്തിച്ചു കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിനർത്ഥം ഓക്കെ ഞാനിപ്പോ നിസ്കാരത്തിനെ കുറിച്ച് ഇങ്ങനെ അറിയില്ല, ഞാൻ ചെയ്യേണ്ട എന്നല്ല. ഫർളുകളാണ്, അത് നമ്മൾ അറിയണം, പഠിക്കണം, ചെയ്യണം. പക്ഷേ ഉണ്ടല്ലോ ഈ
അമിതമായ ഒരു ത്വരയുണ്ടല്ലോ, എല്ലാം കൂടെ അങ്ങോട്ട് പഠിച്ചേക്കാം, എല്ലാം കൂടെ നാളെ തന്നെ ചെയ്തേക്കാം. അത് ശരിക്കും നമുക്ക് തന്നെ ഉണ്ടാക്കുന്ന ഒരു വാളാണെന്ന് മനസ്സിലാക്കാൻ. ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോഴത്തെ ആ ഒരു ജനറേഷന് ഈ പറഞ്ഞ പോലെ റിസർച്ചും സയൻസും പ്രൂവ് ചെയ്യാത്തതെല്ലാം എന്താണ്, മിത്താണ്, അതൊന്നും അന്ധവിശ്വാസങ്ങളാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും നമ്മൾ പോണ്ട. അപ്പം മറ്റേ സൈഡിലെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഈ എത്തീസം എന്നൊക്കെ പറയുന്നത്, അതിനെയൊക്കെ ആലങ്കാരികമായിട്ട് അത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു അടിസ്ഥാനമില്ലാത്ത സംഭവമാണെന്നൊക്കെ പറയുന്നത് അവർക്ക് ശരിയായി തോന്നും. അപ്പൊ കാരണം നമ്മൾ ഈ അവരെ മേലെ അവർക്ക് ലോജിക്കലി മനസ്സിലാവാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണല്ലോ, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് അവർക്ക് തീരെ വിശ്വാസയോഗ്യമല്ലാതായിട്ട് മാറും. ആ ഒരു രീതിയിലാണ് സ്കൂൾ സിസ്റ്റംസ് പോണത്. അതിനർത്ഥം സ്കൂൾ സിസ്റ്റംസ് തെറ്റാണെന്നല്ല. ഓക്കെ, സ്കൂളിൽ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം അവരവിടെ ദീനല്ല പഠിപ്പിക്കുന്നത്. അവർ ഇവിടെ നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാ ചെയ്യണ്ടേ എന്നുള്ള രീതിയിലാണ്, അല്ലെ? മല എന്താണെന്ന്, ഭൂമി എന്താണെന്ന് ജോഗ്രഫിയിൽ പഠിപ്പിക്കുന്നു, അല്ലെ? ഹിസ്റ്ററിയിൽ കഴിഞ്ഞ കാര്യങ്ങൾ, നടന്ന കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു, കെമിസ്ട്രിയിൽ മൂലകങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു. അതൊക്കെ അവർക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് അതേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു റൈറ്റ് മിക്സിലെ, അതായത് വൈബ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യല് സുബ്ഹാനല്ലാഹ് നിർബന്ധമാണ്. ഓക്കെ, അത് നമ്മൾ ഹിക്മത്തോടു കൂടി ചെയ്യണം. അതിൽ ഈ ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ രണ്ട് വെറൈറ്റീസ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ദഅവകൾ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹിക്മത്തിന് വേണ്ടി റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടേയിരിക്കാം. ഹിക്മത്തിന് ഏറ്റവും ബെസ്റ്റ്, നമ്മളെ കയ്യിലേക്ക് എത്തിയ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട്, നമ്മൾ കയ്യിലേക്ക് എത്തിയ അറിവുകൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ പ്രാവർത്തികമാക്കി റബ്ബിന്റെ അടുത്ത് കൂടുതൽ ചെയ്യാൻ വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞാൽ റബ്ബ് തന്നെ ആ അൽമിയായ ഹിദായത്ത് നമ്മളിലേക്ക് എത്തിച്ചോളും. അപ്പം ആ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മളുടെ ഓൾഡർ ജനറേഷനും നമ്മളുടെ യങ്ങസ്റ്റ് ജനറേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് കുറെ നമുക്ക് ഹെൽപ്പ് ചെയ്യും നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ. ഓക്കെ, അതെന്താ നമ്മൾ ചെയ്യുന്നില്ലേ, നിങ്ങൾക്ക് ചെയ്താൽ എന്നുള്ള ചോദ്യത്തിനുള്ള കുറെ ഉത്തരങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പം ഈ സെൻസിങ് എന്ന് പറഞ്ഞ ആളുകൾ, അവർക്ക് കുറച്ചും കൂടെ പ്രസന്റ് ആയിട്ടുള്ള നിലനിൽക്കുന്ന റിയാലിറ്റീസ് ആണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഫാക്ടുകൾ, നടന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഡേറ്റ. അവർക്ക് കറക്റ്റ് ആയിട്ട് ഡേറ്റ കിട്ടണം. ഇങ്ങനെയൊക്കെ നടന്നതായിട്ട് ഇന്ന തെളിവുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡേറ്റ വരണം. അവരുടെ എല്ലാ സെൻസിനും, അതായത് കണ്ണ്, കേൾവി, അല്ലെ, ആ 5 സെൻസിനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഉത്തരം അതിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് സെൻസിങ് ആയിട്ടുള്ള ആൾക്കാർ. എന്നാൽ ഇൻറ്റ്യൂഷൻ ഇഷ്ടമുള്ള ആളുകൾ അവരങ്ങനെ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കില്ല. അവർക്ക് ഇന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫ്യൂച്ചറിനെ കുറിച്ച്, അതിന്റെ സാധ്യതകളെ കുറിച്ച്, അല്ലെങ്കിൽ ബിഗ് പിക്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ്. സിമ്പിൾ ആയിട്ട് ഇപ്പൊ പറഞ്ഞുതരാം. ഒരു കുട്ടി ഒരു മരത്തിന്റെ ചോട്ടിൽ പോയി നിൽക്കണം. ഓക്കെ, ഒരു മാവിന്റെ ചോട്ടിൽ പോയി നിൽക്കണം. ആ കുട്ടി കാണുന്നത് ആ ഒരു മാവ്, അതിന്റെ പുറത്തൊരു തൊലി, അല്ലെ, കുറച്ച് ബ്രാഞ്ചസ്, കുറച്ച് ഇലകൾ, അതിന്റെ മുകളിൽ മാങ്ങ ഉണ്ടെങ്കിൽ കാണാം. എന്നാൽ കുറച്ച് പ്രായമുള്ള മെച്ചോർഡായിട്ടുള്ള ഒരാൾ കുറച്ച് മാവിനെ നോക്കുമ്പോൾ ഒരു പിന്നോട്ട് മാറി നിന്ന്, ഈ മാവ് ഏത് ടൈപ്പാണ്, അല്ലെ, ഇതിന്റെ മുകളിൽ ഏത് മാങ്ങ ഇന്ന സീസണിൽ ഉണ്ടാവും, അത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് ഇത്ര പൈസ കിട്ടും. അങ്ങനത്തെ കുറച്ചും കൂടെ ഫ്യൂച്ചർ ആൻഡ് പോസിബിലിറ്റീസ്, റിയലിസ്റ്റിക്, അതായത് ബിഗർ ആയിട്ടുള്ള പിക്ചറിനെ കുറിച്ചാണ് അവര് ചിന്തിക്കുക. അപ്പം അതാണ് ഈ സെൻസിങ്ങും ഇൻറ്റ്യൂട്ടീവും തമ്മിലുള്ള വ്യത്യാസം. രണ്ടിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അതിനകത്ത് പിന്നെ പൊതുവെ നമുക്കുള്ള ഒരു ഇതെന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇന്ന നേച്ചറാണെന്ന് മനസ്സിലാക്കും. ഇപ്പം ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിണ്ടാവും ഞാൻ ഇന്ന നേച്ചറാണ്. അപ്പം നാച്ചുറലി നമ്മളുടെ മനുഷ്യന്മാരുടെയൊക്കെ ഉള്ളിലുള്ള ഒരു സിസ്റ്റമാണ്, ഞാൻ എന്ത് നേച്ചറാണോ അതാണ് നല്ലത്, അതാണ് ശരിയായത്. അപ്പൊ മറ്റുള്ളവരെ നന്നാക്കുക എന്നാണ് നമ്മൾ പറയാം, അവരെ മാറ്റാനല്ല നമ്മൾ പറയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഡിസ്കഷനിലും അത് കുറെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ ഒരു ഇൻട്രോവേർട്ടിനെ നന്നാക്കലാണ് അവരെ എക്സ്ട്രോവേർട്ട് ആക്കല്, അവരെ മാറ്റലല്ല. ആക്ച്വലി ഇതിന് രണ്ടിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഓക്കെ, അള്ളാഹു രണ്ട് കൂട്ടർക്കും രണ്ടിൻ്റെതായ നേച്ചറോട് കൂടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. പക്ഷെ ഓരോ സിറ്റുവേഷനിൽ ആവശ്യമുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ദീനിന്റെ കാര്യത്തിൽ ആവശ്യമുള്ള ചില ചേഞ്ചസ് ഉണ്ടാവും. ആ ഒരു കാര്യം പറയുമ്പോൾ ഓക്കെ, അൽഹംദുലില്ലാഹ്, ഒരു പരിധിവരെ അത് നന്നാക്കലാവും. പക്ഷെ അതിനപ്പുറത്തേക്കെല്ലാം അതൊരു മാറ്റം മാത്രമാണ്. ഓക്കെ, നമ്മൾ എന്താണോ അതാണ് ശരി, നമ്മൾ എന്താണോ അതാണ് നല്ലതെന്ന് തോന്നുന്നത് നമ്മൾ പഠിച്ചു വെച്ച നമ്മൾ അത്യാവശ്യമായിട്ട് അൺലേൺ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ എന്താണോ അത് മാത്രമാണ് ശരി എന്നുള്ള, മറ്റുള്ളവരെന്താണോ അതെല്ലാം തെറ്റാണെന്നുള്ള ആ ഒരു ചിന്ത. അപ്പൊ അത് നമ്മൾ
അൺലേൺ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഹിദായത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും നമ്മളെ പോലെ, ഒരു പക്ഷേ എല്ലാവരും അല്ലെങ്കിലും നമ്മൾ ചുറ്റുപാടും കാണുന്ന ആളെല്ലാം എല്ലാവരും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിന്റെ ആളുകളാണ്. അല്ലെ, അള്ളാന്റെ അടുത്ത് ഹിദായത്ത് ചോദിച്ചിട്ട് അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടിയ ഹിദായത്ത് പ്രോസസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ ഒരു പരിധി വരെ എല്ലാവരും ചെയ്യുന്ന പല പ്രവർത്തനങ്ങളുടെയും പിന്നിൽ അള്ളാഹു അവർക്ക് കൊടുത്ത ഹിക്മത്തിന്റെ ഒരു ഭാഗം അവിടെ ഉണ്ടായിരിക്കാം. നമ്മളുടെ നേച്ചർ അല്ല, അത് വേറൊരു നേച്ചർ ആണെന്നുള്ള മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് മാത്രം ഇവിടെ പറഞ്ഞു. ഇനിയിപ്പൊ ഇത് കഴിയുമ്പോൾ വന്ന് ചോദിക്കും, അപ്പൊ കുട്ടികൾ അങ്ങനെയാണ്, ഓരോട് അത് പറയാൻ പാടില്ല, ഇങ്ങനെയാണ്, ഓരോട് ഇങ്ങനെ മാറ്റാൻ പാടില്ലേ. മാറ്റേണ്ട സ്ഥലത്ത് മാറ്റണം. ദീനിയായ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരേണ്ട ചേഞ്ചസ് കൊണ്ടുവരണം. പക്ഷെ അത് ഹിക്മയോട് കൂടി ചെയ്യാം, റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യാം. ഓക്കെ, എങ്ങനെ ചെയ്യണം എന്നുള്ളത് റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യാം. അതിന് ഉത്തരം കിട്ടുന്ന കാര്യവും ഞാൻ പറഞ്ഞു. നമുക്ക് ഇന്ന് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് ആ ഹിദായത്ത് വന്നോളും. ഹിദായത്തുൽ അമലി അള്ളാഹു തന്നോളും. ഓക്കെ, അതിൽ പെട്ടതാണ് എല്ലാം. നമ്മുടെ ചുറ്റുപാടുമുള്ള വെറൈറ്റി ടൈപ്പ് ഓഫ് ആളുകൾ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെയും അതിൽ പെട്ടതാണ്. അപ്പൊ നമുക്കത് പറ്റുന്നില്ലെങ്കിൽ എവിടേക്കോ നമ്മൾ തഖ്വയില്ലാത്ത, അല്ലെങ്കിൽ തഖ്വയ്ക്ക് വേണ്ടി ശ്രമിക്കുക പോലും ചെയ്യാത്ത ആളുകളാണെന്ന് മനസ്സിലാക്കുക. ഹിദായത്തുൽ അമലി നമുക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുക. കിട്ടുന്നില്ലെങ്കിൽ അത് കഴിയുന്നതും എല്ലാവരെയും അറിയിക്കാത്തത് റബ്ബിന്റെ അടുത്ത് ചോദിക്കുക, റബ്ബ് എനിക്ക് ഹിദായത്തുൽ അമലി കിട്ടുന്നില്ലല്ലോ, എങ്ങനെയാണ് റബ്ബെ, ഞാൻ നീ തന്ന ഇൽമുകൾ ഞാൻ അമലാക്കാൻ ശ്രമിക്കുന്നില്ലേ, റബ്ബെ നീ എനിക്ക് പറഞ്ഞു തായോ എങ്ങനെയാണെന്ന്. അപ്പൊ റബ്ബ് തന്നെ നമ്മളിലേക്ക് എത്തിച്ചോളും. കൂടുതൽ അതിനുവേണ്ടി ഇൽമുകളും കൂടുതൽ അതിനുവേണ്ടി സാഹചര്യങ്ങളും ഒക്കെ റബ്ബ് നമുക്ക് എത്തിച്ചോളും. ഇനിയിപ്പം ഇത് കഴിഞ്ഞ അടുത്ത കാര്യം പറയുന്നത്, ടീച്ചർക്ക് എന്താണ് ആരോടും ചോദ്യം ചോദിക്കാൻ പാടില്ല, അല്ലെ, അള്ളഹാനോട് മാത്രം ചോദിക്കലും നടക്കൂ, മനുഷ്യന്മാരോട് ചോദിക്കണ്ടേ. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നതിന് അതിന്റെ സെൻസിൽ നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം കേട്ടോ. കാരണം എല്ലാ ക്ലാസ് കഴിഞ്ഞാലും ഏകദേശം എനിക്ക് ഇതുപോലെയുള്ള കംപ്ലൈന്റുകൾ പല സ്ഥലത്തുനിന്നും വരുന്നുണ്ട്. എപ്പോഴും ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ലെവൽ ഉണ്ടെന്നാണ്. ഓക്കെ, എല്ലാവരും ഇന്ന് തന്നെ അങ്ങനെ ആവണം എന്നല്ല, നമ്മൾ മാറിയേ മതിയാവും. മാറണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇത്രയും നാളും എളുപ്പത്തിൽ ക്യാപ്സ്യൂൾ വിഴുങ്ങിക്കൊണ്ടാണ് നമ്മൾ ദീനിനെ എടുത്തെന്നുള്ളത് വേറെ കൈപ്പേറിയ ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത് ചെയ്യുന്ന ആരെങ്കിലും പറയും, നാളെ അത് ചെയ്യും, മറ്റന്നാൾ വേറെ ഒന്ന് കേട്ടും അതായത് വളരെ എളുപ്പത്തിൽ കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്യാൻ പറ്റുന്നത് മാത്രം എടുത്ത് മുന്നോട്ട് പോയ ആളുകളാണ് നമ്മൾ. അത് പോരാ. ശരിക്കും ഹാർഡ് വർക്ക് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തിനെയും തലച്ചോറിനെയും കൈയിനെയും കാലിനെയും ഒക്കെ ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് മാറേണ്ട, അതായത് അള്ളാന്റെ അടുത്ത് കൊടുക്കേണ്ടത് ഈ കൈകൊണ്ട് കാലുകൊണ്ട് കുനിഞ്ഞത് നിവർന്നതും അല്ല. അള്ളാന്റെ അടുത്ത് നമുക്ക് കൊടുക്കേണ്ടത് ഖൽബുൻ സലീമാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ മാറ്റങ്ങൾ ഹൃദയത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. നല്ല പ്രയാസമാണ്. ഓക്കെ, അത് ആ സംഭവം പറഞ്ഞു തരുമ്പോൾ അത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ലെവലിൽ വരെയെങ്കിലും എത്തണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു തരുന്നത്. അതിനകത്ത് നാളെ തന്നെ നിങ്ങൾ മനുഷ്യന്മാരോടൊക്കെ ചോദിക്കുന്നതും സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതും ദ്വാ ചെയ്യുന്നതും ആ മനുഷ്യന്മാരോട് ദ്വാ ചെയ്യുമ്പോഴൊക്കെ നിർത്തണം എന്നല്ല, പക്ഷെ അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്, അതിലേക്ക് എത്തണമെങ്കിൽ ഇന്നേ ശ്രമിച്ചു തുടങ്ങണം എന്നാണ്. ഓക്കെ, അപ്പം സെൻസിങ് ആൻഡ് ഇൻറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു. സെൻസിങ്ങിന്റെ ആൾക്കാർക്ക് ഇൻഫർമേഷൻ ആണ് വേണ്ടത്, അവർക്ക് കറക്റ്റ് ആയിട്ട് അവരുടെ എല്ലാ സെൻസ് കൊണ്ടും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് വേണ്ടത്. ഇൻറ്റ്യൂഷനുള്ള ആളുകൾ കുറച്ചും കൂടെ വലിയ പിക്ചറും വലിയ വിഷനും ഒക്കെ കാണുന്ന ആൾക്കാരാണ്. കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അവരത് നമ്മൾ ആലോചിച്ച്, നമ്മൾ ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് ആലോചിക്കുന്ന കാര്യം അവർ ഇന്ന് തന്നെ പറയും, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അവർക്ക് ഇൻറ്റ്യൂഷൻ വെച്ച്, ഇൻറ്റ്യൂഷന് നമുക്കും ഇൻറ്റ്യൂഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ ഇൻറ്റ്യൂഷനേക്കാളും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് ഏതിനായിരിക്കും? ഫാക്ട്സിനെ, ഫിഗേഴ്സിനെ ആയിരിക്കും. പക്ഷെ ശരിക്കും ഇൻറ്റ്യൂഷൻ കൂടുതലുള്ള ആളുകൾ അവരിങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുകയും ഇമാജിൻ ചെയ്യും, അത് വെച്ചിട്ട് സ്റ്റെപ്പുകൾ എടുക്കാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ ആയിരിക്കും. ഓക്കെ, ഇനി ഈ സെൻസിങ്ങിനെയും ഇൻറ്റ്യൂഷനെയും കാണിക്കുന്ന ഒരു പിക്ചർ കാണിക്കാം. ഇവിടെ സെൻസിങ്ങിന്റെ കാര്യത്തിൽ 1, 2, 3 എന്ന് എഴുതിയിട്ട് കാണാം. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഓരോ ഇൻഫർമേഷനും, നമുക്ക് കിട്ടിയ ഓരോ ഇൻഫർമേഷനെയും കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറിലാക്കി, ഓക്കെ ഇത് ഇന്ന രീതിയിൽ ചെയ്താൽ ഇന്നത് നടക്കും, ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു, എന്നിട്ട് അവിടുന്ന് അടുത്ത സ്റ്റെപ്പ് എന്താ എടുക്കേണ്ടതെന്ന് ആലോചിച്ച് ചിന്തിച്ച് പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷെ ഇൻറ്റ്യൂഷന്റെ ആളുകൾ എങ്ങനെയാണെന്നറിയോ? അവർക്ക് കിട്ടിയത് ഒരു ബിഗ് പിക്ചർ കാണും. ഇപ്പൊ ഞാൻ മാവിന്റെ കാര്യം പറഞ്ഞ പോലെ, കുട്ടി എന്താ കാണാം? മാവിന്റെ തൊലിയും അല്ലെ ബ്രാഞ്ചസും മാങ്ങയും കാണും. പക്ഷെ ഒരു വലിയ മനസ്സിലാവുന്ന ഒരാളാണെങ്കിൽ അയാൾ എന്താ കാണാം? ഓക്കെ ഇത് ഇത്ര വലുതായിട്ട് ഇത്ര മാങ്ങ ഇതിൽ കിട്ടും, അടുത്ത സീസണിൽ അത് വിറ്റ എത്ര പൈസ കിട്ടും. ഒരു ബിഗ് ജമ്പാണ്. ഓക്കെ, അടുത്ത ലെവലിലേക്ക് അവർ ചാടിക്കളയും. അപ്പം അതാണ് ഇൻറ്റ്യൂഷൻ ഉള്ള പേഴ്സണാലിറ്റി ടൈപ്പിന്റെ ആളുകളുടെ ഒരു രീതി. കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നതും ഉൾക്കൊള്ളുന്നതും ഒക്കെ. സെൻസിങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ A=B, ഓക്കെ അത് മനസ്സിലായി. B=C, അത് മനസ്സിലായി. ലോജിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കി, മെല്ലെ അവരെല്ലാം ചിന്തിച്ചും ഇമാജിൻ ചെയ്തും അല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയൊക്കെ മുന്നോട്ട് പോകുന്ന ആളായിരിക്കും. പക്ഷെ ഏത് ക്യാരക്ടർ ടൈപ്പിനെ കുറിച്ച് പറയുന്നത് പോലെയും ഒരാൾ പെർഫെക്റ്റ്ലി ഇൻറ്റ്യൂട്ടീവും
പെർഫെക്റ്റ്ലി സെൻസിങ്ങും ആയിരിക്കൂല. ഓക്കെ, നമ്മളെല്ലാവരിലും കുറച്ച് മറ്റേതും ഉണ്ടാവും. ഇത് ശരിക്കും ഒരു സ്പെക്ട്രം ആണ്. ഈ ആറ്റിപ്പം 0-100 ഇടയിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മളുടെ അപ്പം ഇൻറ്റ്യൂട്ടീവ് ഈ സൈഡിലും അല്ലെങ്കിൽ സെൻസിങ് ലെഫ്റ്റ് സൈഡിലും ഇൻറ്റ്യൂട്ടീവ് റൈറ്റ് സൈഡിലും ആണെങ്കിൽ നമ്മളുടെ പോയിന്റ് ചിലപ്പം ഇപ്പുറത്ത് കുറച്ച് 16ന്റെ അപ്പുറത്താണെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻറ്റ്യൂട്ടീവും കുറച്ച് സെൻസിങ്ങും ആയിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഒരു മിക്സ്ചർ ഉണ്ടാവും എല്ലാവരുടെ ആ ഒരു നേച്ചറിലും. ഓക്കെ, ഇൻഷാല്ല. അപ്പം ഇനി ഈ സെൻസിങ് ആയിട്ടുള്ള ആളുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. സെൻസിങ് ആയിട്ടുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ റിയൽ ആയിട്ടുള്ള ആക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളായിരിക്കും. എന്നാൽ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾ പാറ്റേൺസിനെ കുറിച്ച് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പിക്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. ഉദാഹരണം പറയാം, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം, നമ്മള് ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം. ആ ഫ്രണ്ട് അന്ന് കാര്യമായിട്ടൊന്നും മിണ്ടിയിട്ടില്ല, വലിയ സംസാരമില്ല. അപ്പൊ സെൻസിങ് ആയിട്ടുള്ള ഒരാള് അയാൾ എന്താണ് കൂടുതൽ റിയലിസ്റ്റിക് ആണ് അല്ലെ, ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെ എന്താണ് ആ ഒരു ആക്ച്വൽ ആയിട്ട് നടന്ന ആ കാര്യം ചിന്തിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾ എന്താണ് ഒരു ബിഗർ പിക്ചർ അല്ലെ, പാറ്റേണുകളും അതിന്റെ അർത്ഥങ്ങളും എന്താണെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഫ്രണ്ട് നമ്മൾ അന്ന് വന്നു പോയി മൂപ്പരധികം സംസാരിച്ചിട്ടില്ലെങ്കിൽ സെൻസിങ് ആയിട്ടുള്ള ഫ്രണ്ട് ആള് എന്താ പറയാന്ന് വെച്ചാല് മൂപ്പർ ഇന്ന് അധികം സംസാരിച്ചിട്ടില്ല. കാരണം മൂപ്പർ എന്താണ് ആ കണ്ടത് എന്താണോ ആ റിയാലിറ്റി എന്താണോ അതാണ് അവിടെ മനസ്സിലാക്കിയത് സെൻസിങ് ആയിട്ടുള്ള ആള്. ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആള് അതിനപ്പുറത്തേക്ക് പാറ്റേണിലേക്കും അതിന്റെ അപ്പുറത്തേക്കുള്ള ഹിഡൻ മീനിങ്ങിലേക്കും പോകും. അപ്പം ഈ ആളെന്താ പറയാ, മൂപ്പർ സംസാരിച്ചിട്ടില്ല കേട്ടോ, പക്ഷെ എന്തോ ഉണ്ട്, എന്തോ ഒരു വിഷമം മൂപ്പരെ ഉള്ളിലുണ്ട്. ആ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമായിട്ട് എന്തോ ഒരു ബന്ധം മൂപ്പരെ ആ ഒരു ഇതില് ഇന്നത്തെ ആ ഒരു സൈലൻസിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പം അവർ ആ ഒരു ഇമ്മീഡിയറ്റ്ലി കാണുന്ന ആ ഒരു ഫാക്ട്സിന് അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന വലിയ ബിഗർ മീനിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും പല കാര്യങ്ങളിലുള്ള പല നേച്ചറിൽ പല സ്വഭാവങ്ങളും ഇവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെ. ചിലര് അത് ജസ്റ്റ് ഒന്ന് കണ്ടത് അങ്ങോട്ട് പറഞ്ഞു പോവുകയുള്ളൂ, എന്നാൽ വേറെ ചിലർക്ക് അതിന്റെ അപ്പുറത്തേക്ക് ഇന്നതായിരിക്കും എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു നമുക്ക് തന്നെ ചിലപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഒരു പകുതി വരെ ലൈക്ക് ഒരു 10, 20, 25 വയസ്സ് വരെ നമ്മൾ ഒരു സ്വഭാവമായിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ മാറിയിട്ടുണ്ടാവും ചിലപ്പം. അതും നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. പണ്ടൊന്നും ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല അല്ലെ, ഇപ്പൊ പക്ഷെ ഞാൻ ഇങ്ങനെയാണ്. ആ ഒരു വ്യത്യാസവും ഒരു പക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെ ഈ ഒരു കാര്യം പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി സെൻസിങ് ആയിട്ടുള്ള ആളുകളുടെ രണ്ടാമത്തെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒബ്സർവ് ആൻഡ് റിമെമ്പർ സ്പെസിഫിക്. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എവിടെയെങ്കിലും ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഡീറ്റെയിൽസ് അവർക്ക് ഓർമ്മയുണ്ടാവും. എന്നാൽ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾ അവർ ആ ഒരു പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു സ്പെസിഫിക് ഡീറ്റെയിലിനെ ഓർത്തു വെക്കുന്ന ആൾക്കാരായിരിക്കും. അതായത് അവർക്ക് ആ മൊത്തത്തിലുള്ള പാറ്റേണിന് അത് ഓർത്തു വെക്കാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവർക്ക് ആ ഡീറ്റെയിൽസ് ഉണ്ടാവുള്ളൂ. ഞാൻ വീണ്ടും ഉദാഹരണം പറയാം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ മുമ്പ് പോയ ഒരു ട്രിപ്പ്, ഒരു ട്രിപ്പിനെ കുറിച്ച് പറയാണ് രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ. അപ്പോൾ അതിനകത്ത് സെൻസിങ് ആയിട്ടുള്ള ആളുകൾ ഞാൻ പറഞ്ഞു അവർ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഓർത്ത് വെക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ സെൻസിങ് ആയിട്ടുള്ള ഒരാൾ പറയും ആ ഹോട്ടലിൽ അന്ന് നമ്മൾ താമസ ഹോട്ടലിൽ നീല കേർട്ടനായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഷാർപ്പ് 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന ഐറ്റം ഉണ്ടായിരുന്നു. അന്ന് ടെമ്പറേച്ചർ 32 ഡിഗ്രി ആയിരുന്നു, നല്ല ചൂടായിരുന്നു, അന്ന് മഴയില്ലാത്ത ദിവസമായിരുന്നു. എന്നാൽ ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ആള് എന്തായിരിക്കും എന്ന് വെച്ചാൽ മൂപ്പർ എന്താണ് ആ ഓരോരോ ഡീറ്റെയിൽസിന് ആവശ്യമുണ്ടെങ്കിൽ അതായത് അയാളുടെ ആ ഒരു പാറ്റേണിന് വേണ്ടി വേണമെങ്കിൽ മാത്രമേ മൂപ്പര് ഓർക്കുള്ളൂ. അപ്പൊ മൂപ്പര ചിന്തയിൽ ഉണ്ടായിരുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ അന്ന് നമുക്ക് ഫുൾ വഴി തെറ്റിയ ഒരു ട്രിപ്പായിരുന്നു അല്ലെ, പക്ഷെ അത് അവസാനം അതൊരു അഡ്വഞ്ചർ ആയിട്ട് മാറി, ആ ഒരു ഫീലിംഗ് അല്ലെ. അപ്പം എങ്ങനെയാണ് ആ ഓരോ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നത് എന്ന് ഓർക്കാൻ പറ്റിയ ഒരു ട്രിപ്പാണ് ട്രിപ്പായിരുന്നു അത് അല്ലെ. അന്ന് നല്ല ചൂടുള്ളത് കൊണ്ട് നമ്മള് അല്ലെങ്കിൽ എന്താണ് അന്ന് നമ്മൾ ആ ഒരു ഷെൽട്ടറിൽ കയറി നിന്ന്, അല്ലെങ്കിൽ നല്ല മഴയുള്ളത് കൊണ്ട് നമ്മൾ അന്ന് ആ ഷെൽട്ടറിൽ കയറി നിന്നത് ശരിക്കും അതിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അതായത് അവര് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ മാത്രം ഡീറ്റെയിൽസ് ഓർക്കുന്ന ആളുകളാണ്. ഓക്കെ, അതായത് ബിഗർ പിക്ചർ കാണുന്ന ആൾക്കാരാണ് അവര്. മറ്റവരെന്താ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് മാത്രം കണ്ടുപോകുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇതും ഈ പറഞ്ഞ പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചിലരൊക്കെ ചില കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ
ചില ആളുകൾ ആ കല്യാണത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും, ഇപ്പൊ പെൺകുട്ടി ഇട്ട ഡ്രസ്സിന്റെ കളറും അവളിട്ട സ്വർണത്തിന്റെ എണ്ണവും അല്ലെ അവരുടെ ബെഡ്റൂമിലെ ഫർണിഷിങ്ങിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് എടുത്ത ആൾക്കാരുണ്ടാവും. ഓക്കെ, എന്നാൽ വേറെ ചിലർ അവിടെ പോയിട്ട് മൊത്തത്തിലുള്ള ആ ഒരു കല്യാണത്തിന് അവര് മുഖം കണ്ടിട്ട് ഒരു സുഖം തോന്നില്ല, അവർക്ക് എന്തോ ഒരു വിഷമം ഉണ്ടെന്ന് തോന്നും. അതായിരിക്കും അവർ അതിന്റെ പിന്നിലുള്ള മീനിങ് നോക്കിയ ആളുകളായിരിക്കും ആര്, ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളും ഒരു പക്ഷെ ഇതിനകത്തുള്ള ആൾക്കാരായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളേക്ക് ഇവർക്ക് ഇങ്ങനെയാണ് ഇതൊക്കെ ഇത്ര ഓർമ്മ ഉള്ളതില്ലേ. ഒരാൾക്ക് നോക്കുന്ന എന്തുകൊണ്ടാ, അവരുടെ നേച്ചർ കൂടുതൽ സെൻസിങ് ആയതുകൊണ്ടാ. മറ്റേ ആൾക്കാർ വയ്ക്കും ഇതൊക്കെ എങ്ങനെ ഇപ്പൊ ഇതൊക്കെ മനസ്സിലായി, ഞാൻ പോയിട്ട് ഓരോ മുഖത്തുള്ള വിഷമമൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ അപ്പം ഈ ആളെന്തായിരിക്കും, ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും, കൂടുതൽ അതിനപ്പുറത്തേക്ക് പാറ്റേൺസിന് ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓർത്തു വെക്കുന്ന, എന്നാൽ ബിഗർ പിക്ചർ അല്ലെങ്കിൽ കൂടുതൽ എന്താണ് ആ മൊത്തത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും ഈ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ. ഇനി അവരുടെ വേറൊരു നേച്ചർ എന്ന് പറയുന്നത് സെൻസിങ് ആണെങ്കിൽ അവര് എന്താണ് ഫാക്ച്വൽ, കോൺക്രീറ്റ്, സീക്വൻഷ്യൽ. അതായത് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ച പോലെയാണ് അവരുടെ കാര്യങ്ങൾ. എന്നാൽ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ മൊത്തത്തിലല്ലേ അവർ അബ്സ്ട്രാക്റ്റ് ആയിരിക്കും, അവർ കുറച്ചും കൂടി ഇമാജിൻ ചെയ്യുന്ന ആളുകളായിരിക്കും. ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പൊ ഒരു മൂവി അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററി അങ്ങനെ എന്തെങ്കിലും, ഇപ്പം ഇവിടെ പണ്ടൊക്കെ മൂവി കാണാത്ത ആൾക്കാരൊന്നും അവിടെ എന്തായാലും ഉണ്ടാവില്ലല്ലോ. അപ്പം മൂവി കണ്ടു വന്ന ആൾക്കാരിൽ സെൻസിങ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാ പറയാന്ന് വെച്ചാല്, അവർക്ക് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. ആ ആക്ടർ, അവരുടെ കോസ്റ്റ്യൂം, എക്സാക്ട്ലി അന്നത്തെ ലൊക്കേഷൻ, അവരുടെ എക്സാക്ട് ഡയലോഗ്, ആ സീനിൽ ആ കിച്ചണിൽ 3 റെഡ് കപ്പ് ഉണ്ടായിരുന്നു ടേബിളിന്റെ മുകളിൽ, അല്ലെങ്കിൽ അവർ ഇന്ന ഡയലോഗാ പറഞ്ഞതെന്നൊക്കെ അവർക്ക് ഓർമ്മയുണ്ടാവും. എന്നാൽ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾക്ക് മൊത്തത്തില് അവരുടെ സ്റ്റോറി എന്തായിരുന്നു, അതിന്റെ തീം എന്തായിരുന്നു, അവർക്ക് കപ്പിന്റെ ഓർമ്മ ഉണ്ടാവില്ല, ഡയലോഗ് എന്താണെന്ന് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ ആ ഒരു കാര്യത്തിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്ന റിഫ്ലക്ഷൻ എന്താണ്, ആ മൂവിയിൽ നിന്ന് അവർക്ക് കിട്ടിയ തിയറി എന്താണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് അവരെന്താ മനസ്സിലാക്കിയെന്ന് അവരുടെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു വ്യത്യാസം ആണ് സെൻസിങ്ങും ഇൻറ്റ്യൂട്ടീവും ആയിട്ടുള്ള ആളുകൾക്ക് ഓരോ കാര്യത്തിലും അവർ ആ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന, ഉൾക്കൊള്ളുന്ന, അത് ഉപയോഗിച്ചിട്ട് അവര് കാര്യങ്ങളിലേക്ക് കൺക്ലൂഷനിലേക്ക് എത്തുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻസിങ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റും, ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് സെൻസിങ് ആയിട്ടുള്ള ആക്ടുകളും ചെയ്യാൻ പറ്റും. ഇപ്പം ഈ പറഞ്ഞ 3 പോയിന്റിൽ തന്നെ ആദ്യത്തെ 2 സെൻസിങ്ങിൽ പെടുന്ന, മൂന്നാമത്തത് ഇൻറ്റ്യൂട്ടീവിൽ പെടുന്ന ആൾക്കാർ ഉണ്ടാവും, അതേപോലെ തിരിച്ചും. ഓക്കെ, അങ്ങനെയൊക്കെ വരാം. അപ്പം ഇതുപോലെ അഗൈൻ ഇതൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഈ ഡെഫിനിഷനിലും ഈ പോയിന്റ്സിലും ഒന്നും നിങ്ങൾ സ്റ്റക്ക് ആവുകയല്ല വേണ്ടത്, പകരം ആൾക്കാർ ഇങ്ങനെ വെറൈറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി കൂടുതൽ പറയാൻ നോക്കുമ്പോൾ സെൻസിങ് ആയിട്ടുള്ള ആളുകൾ അവര് കറക്റ്റ് ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ബ്രിക്ക് ബൈ ബ്രിക്ക് ആയിട്ട് ഓരോ ABCD എന്ന് പറഞ്ഞുള്ള പോയിന്റ്സ് ഒക്കെ കണക്ട് ചെയ്താണ് അവർ കൺക്ലൂഷനിലേക്ക് എത്തുക. എന്നാൽ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് കൺക്ലൂഡ് ചെയ്യാനൊന്നും അവർക്ക് പറ്റില്ല. അവർ ജസ്റ്റ് ഏകദേശം ഊഹ കണക്ക് വെച്ചിട്ട് കാര്യങ്ങളെ അങ്ങ് കൺക്ലൂഡ് ചെയ്തിട്ട് അവരങ്ങ് തീരുമാനിക്കും, ഇത് അതങ്ങനെ തീരുമാനിച്ചേക്കാം. ഓക്കെ, അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു പുതിയ റെസിപ്പി കിട്ടാണ്. സെൻസിങ് ആയിട്ടുള്ള ആൾക്കാർ ശരിക്കും ഓരോ ഇൻഗ്രീഡിയന്റും ഓരോ സ്റ്റെപ്പും എന്താന്ന് നോക്കിയിട്ട് അല്ലെ, ഒന്നും മിസ്സാകാതെ കറക്റ്റ് ഫൈനൽ ഡിഷ് വരെ അവര് ഒരു സ്പൂണ് സോൾട്ട്, എക്സാക്ട്ലി ഇത്ര ലെവല്, 3 മിനിറ്റ് തീ കുറച്ചിടണം, ഞാൻ ടൈമർ സെറ്റ് ചെയ്യാം, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ അവരിങ്ങനെ റെസിപ്പിയിലൂടെ ഓടിച്ചു പോകും. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെയാണ്, എന്റെ കയ്യിൽ ഇപ്പൊ തൽക്കാലം എന്താണ് ഇന്ന സാധനം ഇല്ല അല്ലെ, അല്ലെങ്കിൽ മുളക് പൊടി ഇല്ല, സാധാരണ ഫ്രഷ് ചില്ലി വെച്ചിട്ട് ഇട്ടാല് അത് സെയിം വൈബ് കിട്ടും, അല്ലെങ്കിൽ 10 മിനിറ്റ് വെക്കുന്നതിന് പകരം അതൊന്ന് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നാവും. അതായത് അവർക്ക് എന്താണ് അങ്ങനെ കറക്റ്റ് ആയിട്ട് ഫാക്ട്സും സീക്വൻഷ്യൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യമൊന്നും അവർക്കില്ല. അവർ പെട്ടെന്ന് ഒരു ഏകദേശം ഒരു ഇമാജിനേഷൻ വെച്ചിട്ട് അവരങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. സുബ്ഹാനല്ലാഹ് അല്ലെ, നമ്മളൊക്കെ ഒരു പക്ഷേ ഇത് ഒരു ടൈപ്പ് ആൾക്കാർ, ഇപ്പൊ നമ്മൾ സെൻസിങ് ടൈപ്പ് ആൾക്കാരാണെങ്കിൽ നമ്മളെ വീടുകളിലുള്ള ഇൻറ്റ്യൂട്ടീവ് ടൈപ്പ് ആൾക്കാരെ നമ്മൾ കളിയാക്കുന്നുണ്ട്, ഓൾ അങ്ങനെയാണ് അല്ലെ, അല്ലെങ്കിൽ അത് ചില സമയത്ത് നമ്മൾ അത് പ്രഷറായിട്ടും കൊടുക്കുന്നുണ്ടാവും. ഇതിപ്പോ കുക്കിംഗ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇടോട്ടോ, ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഇതൊക്കെ നമ്മളെയൊക്കെ ബാധിക്കും. പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിലെ പ്രശ്നങ്ങളും ഇതൊക്കെ ആകാറുണ്ട്, നമ്മുടെ സംസാരങ്ങളും ഫൈറ്റുകളും ഇതൊക്കെ ആവാറുണ്ട്. പകരം അവരെ അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെ, അവരുടെയും പോസിറ്റീവ് നമ്മളെ പോസിറ്റീവ് കൂടെ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. സുബ്ഹാനല്ലാഹ്.
പക്ഷെ നമ്മൾ കൂടുതൽ സമയം ഇതിന്റെ മേലേക്ക് കളയുന്ന ആളുകൾ, നമ്മൾ കൂടുതൽ സമയം ഇതിന്റെ മേലേക്ക് കളയുന്ന പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് വീണ്ടും പറയാം. നമ്മൾ വിചാരിക്കും ഞാൻ ഭയങ്കര നമസ്കാരം ഭയങ്കര ഒക്കെയാണെന്ന്. പക്ഷെ ഇതൊക്കെ നടക്കുന്നുണ്ടാവും. നമ്മുടെ മെയിൻ ആയിട്ടുള്ള അവയവമായ ഹൃദയം ഇതിനകത്തൊക്കെ സമയം കളയുന്ന ആൾക്കാരായിരിക്കും. ഹൃദയത്തിനെ ഇതിൽ നിന്നൊക്കെ നമ്മൾ പറിച്ചു കൊണ്ടുവന്നാലേ നമ്മളുടെ ഇബാദത്തുകൾ അങ്ങോട്ടല്ലേ കൽബും സലീമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത്, സെൻസിങ് ആയിട്ടുള്ള ആളുകൾ വളരെ സ്പെസിഫിക് ആയിരിക്കും. അവരിങ്ങനെ വാക്കുകൾ ലിറ്ററൽ അക്ഷരാർത്ഥത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളായിരിക്കും. വേർഡ് ബൈ വേർഡ് ആയിട്ട് അവർ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞ് പിടിപ്പിക്കുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ അവർ കുറച്ചും കൂടെ മെറ്റഫേഴ്സ് ആലങ്കാരികമായിട്ട് അല്ലെങ്കിൽ അനാലജീസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. അതിനിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു കുട്ടീന്റെ റൂം നമ്മൾ കാണാണ്, അത് ആകെ കൂടെ നാശവശമായിട്ട് കിടക്കാണ്. അപ്പം സെൻസിങ് ആയിട്ടുള്ള ഒരു ഉമ്മയാണെങ്കിൽ കയറി വരുമ്പോ ഇതെന്താ അത്, എന്റെ ഡ്രസ്സ് താഴത്ത്, ടോയ്സ് കട്ടിലിന്റെ മുകളിൽ, ഇതൊക്കെ കറക്റ്റ് സ്ഥലത്ത് എടുത്ത് വെക്ക്, ഇത് അവിടെ ആ സാധനം അവിടെ, ബുക്ക് ഇവിടെ, ഒന്ന് കറക്റ്റ് ആയിട്ട് നീ എടുത്ത് വെക്കുന്ന പറഞ്ഞിട്ട് മൂപ്പര് ഇങ്ങനെ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. എന്നാൽ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ വല്ല കൊടുങ്കാറ്റിട്ട് വന്ന പോലെ ഉണ്ടല്ലോ അല്ലെ, മൂപ്പര കാര്യം അതിൽ കഴിഞ്ഞു. ഇതൊക്കെ കൊടുങ്കാറ്റിട്ട് വന്ന അല്ലെങ്കിൽ യുദ്ധക്കളാണോ ഇത്, യുദ്ധം നടന്നിട്ടുണ്ട്. അവരധികം കുറെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ, പഴഞ്ചൊല്ലുകളും അല്ലെങ്കിൽ മറ്റു ഉപമകളൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് അങ്ങടെ കാര്യം പറഞ്ഞു തീർക്കുന്ന ആൾക്കാരായിരിക്കും, കമ്പാരിസൺ കൊണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. മറ്റവരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇത് കട്ടിലിന്റെ മുകളിൽ ഇത് വെച്ചിന്, ടേബിളിന്റെ മുകളിൽ അത് വെച്ചിന്, നിലത്ത് ഇത് വെച്ചിന്, നീ അതെടുത്ത് അങ്ങോട്ടൊക്കെ ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കുന്ന കറക്റ്റ് ലിറ്ററൽ ആയിട്ട് അക്ഷരാർത്ഥത്തിൽ എല്ലാം ഉദ്ദേശിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാരായിരിക്കും ഈ നേരത്തെ പറഞ്ഞ അതായത് സെൻസിങ് ആയിട്ടുള്ള ആളുകൾ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവരുടെ ഭാഷ, അവർ ഉപയോഗിക്കുന്ന വേർഡ്സ് ഒക്കെ ഭയങ്കര സ്പെസിഫിക് ആയിരിക്കും. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് മിസ്സായിട്ടുണ്ട് കേട്ടോ, അതാണ് എനിക്ക് അബദ്ധം പറ്റിയത്. അതായത് അവര് സെൻസിങ് ആയിട്ടുള്ള ആളുകൾ ഐഡിയാസിനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും, തിയറിനെയും ഐഡിയാസിനെയും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലൂടെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം അവർ പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി എങ്ങനെ നടക്കും എന്ന് അറിയേണ്ട ആൾക്കാരാണ്. എന്നാൽ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഐഡിയാസും തിയറിയൊക്കെ ആണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അത് കറക്റ്റ് പ്രാക്ടിക്കൽ ആണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഓക്കെ, ഈ സെൻസിങ് ആൾക്കാർ കറക്റ്റ് ഇങ്ങനെ എന്താണ് അത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആവോ, അതിന് സെൻസ് ഉണ്ടോ എന്നൊക്കെ അവർ ആലോചിക്കും. ഇൻറ്റ്യൂട്ടീവ് ആൾക്കാർക്ക് അതിനോട് തീരെ താല്പര്യം ഉണ്ടാവില്ല. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പുതിയ ഫോൺ വാങ്ങാൻ പോവാന്ന് വെച്ചാൽ സെൻസിങ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, ആ ഫോൺ ഒന്ന് കയ്യിൽ പിടിച്ചു നോക്കും, ക്യാമറന്റെ അവസ്ഥ എന്താന്ന് നോക്കും, അത് ആപ്പുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഓപ്പൺ ആകുന്നോ നോക്കും, അത് കയ്യിൽ ഹെവി ആണോ നോക്കും. അതായത് കറക്റ്റ് ആയിട്ട് അവരെല്ലാ കാര്യങ്ങളും അവർക്കത് കണ്ട് ബോധിച്ച് അല്ലെ, എന്നിട്ട് അവരൊരു തീരുമാനത്തിൽ എത്തുള്ളൂ. അവരുടെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ്. എന്നാൽ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ ഈ ബ്രാൻഡ് ഭയങ്കര ഇന്നോവേറ്റീവ് ആണ്, ഇത് ഫ്യൂച്ചറിൽ എന്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ എന്റെ ലാപ്ടോപ്പ് വരെ ഈ ഫോണിന് പകരം വർക്ക് ആവും. ലാപ്ടോപ്പിന്റെ പോലും ആവശ്യമില്ലാത്ത രീതിയിൽ ഫോൺ വർക്ക് ആവും, ഇത് ഭയങ്കര പോസിബിലിറ്റീസ് ഉള്ള കാര്യമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത് അവര് ആപ്ലിക്കേഷൻ ഇതിപ്പോ കറക്റ്റ് നടക്കുന്നുണ്ടോ, ക്യാമറ അങ്ങനെയാണോ, കയ്യിൽ ഭാരമുണ്ടോ എന്നുള്ളതൊന്നും അവർ നോക്കില്ല. അവർക്ക് ഐഡിയാസും തിയറീസും മാത്രം മതി. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഇന്നത് ഇന്ന രീതിയിൽ കാണണം എന്നൊന്നും അവര് പറയൂല. അതേപോലെ സെൻസിങ് ആൾക്കാർ അവർ എക്സ്പീരിയൻസിനെ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇൻറ്റ്യൂട്ടീവ് ആൾക്കാർ ഇൻസൈറ്റ്സിനെ, അവരുടെ ഉള്ളിലുള്ള ചിന്തകളെ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അതായത് സെൻസിങ് ആൾക്കാര് ഓക്കെ ഇന്ന രീതിയിലാണ് ഇതുവരെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കുന്നൊക്കെ ആ ഒരു മുമ്പുള്ള അവരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഡിക്ഷൻ ബേസ് ആയിട്ടുള്ള അങ്ങനെയുള്ള എക്സ്പീരിയൻസിനെയോ പിന്നാലെ പോകും. പക്ഷെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഉള്ളിലുള്ള ചിന്ത എന്താണോ അതിനെയാണ് അവർ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുക. അപ്പം സെൻസിങ് ആയിട്ടുള്ള ആളും ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളും ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ സെൻസിങ് ആയിട്ടുള്ള ആള് എന്ത് ചെയ്യും, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സുകളൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അത് ഞാൻ എത്ര വാഷ് ചെയ്തിട്ടും അതിൽ നിന്ന് കളർ പോയിട്ടില്ല, മൂപ്പരെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണത്, അതുകൊണ്ട് ഞാൻ ഇവിടുന്നാണ് വാങ്ങുന്നത്. ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ അവർ ചിന്തിക്കും ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്നെ കാണാൻ ഇങ്ങനെ ഉണ്ടാവും, അപ്പം ഞാൻ ഇത്ര സ്റ്റൈലിഷ് ആയിരിക്കും, ആ ഫംഗ്ഷന് ഈ ഡ്രസ്സായിരിക്കും ഏറ്റവും സൂട്ടബിൾ. ഓക്കെ, അവർ ഈ
പഴയ ഫാക്ട്സും ഫിഗേഴ്സും ഒന്നും വെച്ച് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കില്ല, ഫ്യൂച്ചർ പോസിബിലിറ്റീസും വിഷനും ഒക്കെ വെച്ച് കാണുന്ന ആൾക്കാരായിരിക്കും ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾ. ശരിക്കും ഓരോ കുഞ്ഞി കാര്യത്തിനും രണ്ട് ടൈപ്പ് ആളുകൾ പോകുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക അല്ലെ. അപ്പൊ അതുപോലെ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഓരോരോ സ്റ്റെപ്പിലും നമ്മുടെ ചുറ്റുപാടുമുള്ള, പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ അപ്ലിക്കബിൾ നമ്മളെ വീട്ടിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ എത്രത്തോളം വ്യത്യാസങ്ങളാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഡെയിലി നമ്മുടെ സ്ക്രിപ്റ്റിൽ അള്ളാഹു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഹിക്മ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അല്ലെ, അതായത് അള്ളാഹുമായിട്ട് ചേർത്തതാണ് കുടുംബ ബന്ധങ്ങൾ. അതിനെ നമ്മൾ അർത്ഥമാറ്റാൻ പാടില്ല അല്ലെ. അള്ളാഹു ഭയങ്കര റെസ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വൈവാഹിക ബന്ധങ്ങളുടെ കാര്യത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ അള്ളാഹു നിബന്ധനകളോട് കൂടി അതിനെ അനുവദിച്ചിട്ടുണ്ട്. അപ്പം അള്ളാഹുമായിട്ട് നമുക്ക് തെരഞ്ഞെടുത്ത ബന്ധങ്ങൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ വാപ്പ വഴിയുള്ള അല്ലെ 4 എന്ന് പറയുന്നത് അള്ളാഹ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നേച്ചറിനെ സെലക്ട് ചെയ്തതുപോലെ, നമ്മുടെ മുഖത്തിന്റെ ഫീച്ചേഴ്സിനെ സെലക്ട് ചെയ്തതുപോലെ, നമ്മുടെ തമ്പ് ഇംപ്രഷൻ സെലക്ട് ചെയ്തതുപോലെ, നമ്മുടെ ആഹികമായിട്ടുള്ള നമ്മുടെ ഇഹലോകവുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്സിനെ സെലക്ട് ചെയ്തതുപോലെ അതിന് മാച്ച് ആയിട്ടുള്ള നമ്മളുടെ പരീക്ഷണങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ സെലക്ട് ചെയ്തതുപോലെ വളരെ കെയർഫുൾ ആയിട്ട് അള്ളാഹു സെലക്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ ഈ ഓരോ ബന്ധങ്ങളും, ഈ ഓരോ ബന്ധത്തിലുള്ള ഓരോ ആളുകളും, നമ്മളുടെ ഓരോ സഹോദരങ്ങളും, നമ്മുടെ ഓരോ മക്കളും, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, അവരുടെ സഹോദരങ്ങളൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഓരോന്നും വെച്ചിട്ട് നമ്മളുടെ നേച്ചർ വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊരു കാര്യത്തിലും നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് വേണം, ഒരു ചലഞ്ച് വേണം. എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഒരു തിയറി പഠിച്ചിട്ടോ ഒരു ക്ലാസ് കേട്ടിട്ടോ നമുക്ക് നന്നാവാൻ പറ്റില്ല. നമുക്ക് ആ ഒരു കാര്യത്തിലുള്ള എക്സ്പീരിയൻസ് വരണം, ആ ഒരു കാര്യത്തിലുള്ള ചലഞ്ച് വരണം. അപ്പോഴാണ് നമുക്ക് ആ പഠിച്ച തിയറിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അള്ളാഹു അല്ലേ നമ്മളെ ദീനില് അസറ്റിസം, സുഹദിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും സുഹദിനെ മാറ്റി നിർത്തിയത്. കാരണം എവിടെയെങ്കിലും ചെന്നിരുന്ന് ആരുടെയും ശല്യമില്ലാതെ സന്യസിക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ. നമുക്ക് ആ ഒരു ശരിക്കും നമുക്കൊക്കെ ചില സമയത്തൊക്കെ നിസ്കാരത്തിലൊക്കെ നല്ല ഖുശൂ കിട്ടുമ്പോൾ ഇങ്ങനെ തന്നെ തുടരാൻ പറ്റിയെങ്കിൽ നമുക്ക് തോന്നാറുണ്ട് അല്ലെ. ഖുർആൻ ഓതുമ്പോൾ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുമ്പോൾ ഇതന്നെ ചെയ്താൽ പറ്റിയിരുന്നെങ്കിലും തോന്നാറുണ്ട്. അത് എളുപ്പമാണ്. പക്ഷെ ഓരോ സ്ഥലത്തും മറ്റുള്ള തടസ്സങ്ങൾ വരുമ്പോഴാണ് അവിടെ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് കൂടുതൽ 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 ബെറ്റർ ആവാൻ നമുക്ക് പറ്റുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും നേച്ചറിനെ അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നമ്മളുടെ ഓരോരുത്തരെയും നേച്ചറിനെ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടി എങ്ങനെ മാറണോ അതിനെ സഹായിക്കുന്ന രീതിയിലാണ് നമ്മളെ ചുറ്റുപാടുമുള്ള എല്ലാ പോയിന്റ്സും അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ പോയിന്റ്സും. ചിലപ്പോൾ നമുക്ക് തോന്നും ഈ സംഭവങ്ങൾ 4 പഠിച്ചു കഴിയുമ്പോൾ, ഞാൻ വീണ്ടും പറയണേ, ഈ 4 അല്ല കേട്ടോ, ഒരുപാട് സ്വഭാവങ്ങൾ ഇതുപോലത്തെ വേറെ ഉണ്ട്. പക്ഷെ ഇത് കുറെ കാര്യങ്ങൾ നമുക്ക് ഇത് 4 കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഈ തിയറിന്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇത് 4 പഠിച്ചു കഴിയുമ്പോൾ വിചാരിക്കും ചിലപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആളുകൾ ആരാണോ, അത് നമ്മളെ മക്കളാവാം, ഹസ്ബൻഡോ ആവാം, അല്ലെങ്കിൽ അല്ലെ, ഓരോരുത്തർക്കും കൂടുതൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ആളുകൾ ആരാണോ അവർക്ക് എല്ലാം ഓപ്പോസിറ്റ് ആണെന്ന്. ഞാൻ എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അവരെന്ന് നമുക്ക് ഓരോന്നും കാണുമ്പോൾ മനസ്സിലാവും. എന്തിനാ? അള്ളാഹ് നമുക്ക് വളരെ കെയർഫുൾ ആയിട്ട് സെലക്ട് ചെയ്ത് തന്നതാണ് അല്ലെ, ഇത്രയും വലിയ തോട്ടത്തിൽ നിന്ന് ആ പൂത നീ പിടിച്ചോ, എന്നിട്ട് നീ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് തന്നതാണ്. അപ്പൊ അത്രയും ഭംഗിയായിട്ട്, അത്രയും ഈസി ആക്കിയിട്ട് അള്ളാഹുലേക്കുള്ള നമ്മളെ യാത്ര ഈസി ആക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എക്സ്പീരിയൻസിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇൽമിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അതൊന്നും ഉപയോഗപ്പെടുത്താതെ പരാതി പറഞ്ഞും അല്ലെ, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും അവർ പറയുന്നത് ശരിയില്ല, ഇവർ പറയുന്നത് ശരിക്കും അള്ളാഹ് നമ്മളെ വീട്ടിനകത്ത് വന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമുക്ക് ആരെങ്കിലും പഠിപ്പിച്ചത് തെറ്റാണ്, അതിനെ കുറ്റം കണ്ടുപിടിച്ച് സമയം കളയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പോലെ അവർ ചെയ്യുന്നില്ല എന്നുള്ളത്, ഞാൻ പറഞ്ഞതുപോലെ അവർ ചെയ്യാനല്ല അവരെ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത്, പകരം അള്ളാഹ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാനാണ് അവരെ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. അത് റിയലൈസ് ചെയ്യാനാണ്. എനിക്ക് മാറണം എന്നുള്ളത് റിയലൈസ് ചെയ്യാനാണ് ഇവർ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കൊണ്ടുവന്നത്, അല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ അവര് ചെയ്യാനല്ല. ശരിക്കും ഭയങ്കര അന്തരമുണ്ട് നമ്മൾ എന്താവണോ, നമ്മൾ എന്താണോ എന്നുള്ളതിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അള്ളാഹു നമ്മൾ എന്താവണം എന്ന് ഉദ്ദേശിച്ചാണോ നമ്മളുടെ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുള്ളത്, നമ്മൾ എന്താണെന്നുള്ളത് ഭയങ്കര ഡിഫറൻസ് ഇപ്പോഴും ഉണ്ട്. ഒരുപാട് നമുക്ക് ഓടാനുണ്ട്. പക്ഷെ നമ്മൾ അത് വിചാരിക്കുമ്പോൾ അല്ലോ എന്താക്കുന്ന ആലോചിക്കാൻ വേണ്ട, ഭയങ്കര സിമ്പിൾ ആണ് അള്ളാഹ് പറഞ്ഞ കാര്യം അല്ലെ. നിങ്ങൾ മുത്തഖീങ്ങളായാൽ മാത്രം മതി, എന്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹിദായത്ത് ഞാൻ തരും അല്ലെ. ഇൽമിയാണെങ്കിലും ഹിംലിയാണെങ്കിലും ഞാൻ തരും. നമുക്ക് അമലി വേണം. നമ്മൾ എന്താക്കണം? അള്ളാഹ് നമ്മളടുത്ത് പറഞ്ഞ കാര്യം ചെയ്യാം.
അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനു വേണ്ടി വീണ്ടും 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 എല്ലാ ആംഗിളിലും എഫേർട്ട് എടുക്കുക. ബാക്കിയുള്ളത് അള്ള എത്തിച്ചോളും. നമ്മളെ കൊണ്ട് പറ്റാത്ത വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. മക്കളുടെ കാര്യമാണെങ്കിലും അള്ള ചെയ്തോളും. അവരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളടുത്ത് ഇന്ന് വരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഒരുപാട് ഓടി നടന്ന് പറയാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകണ്ട. കാരണം അത് നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഒറ്റ ദിവസം കൊണ്ടല്ല ഖുർആൻ കൊടുത്തത്. ഇത് ഓരോ കാര്യങ്ങളും പഠിക്കാനും പ്രാവർത്തികമാക്കാനും സമയം വേണം. അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, മലയുടെ മേലെ വീണെന്നെങ്കിൽ അത് പൊട്ടി തകർന്നു പോയെന്ന്. അത്ര ഹെവിയാണ് ഖുർആൻ, അത്രയും ഹെവിയാണ്. അപ്പൊ നമ്മൾ മെല്ലെ മെല്ലെ നമ്മൾ പഠിക്കുന്നത് പരമാവധി പഠിക്കാനുള്ളത് അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോ ഇതാ വേണ്ടത്, അതുകൊണ്ടാണ് നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം അത് പരമാവധി നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചുറ്റും ഒരുക്കി വെച്ചിരിക്കുന്ന സൗകര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ള ആളുകൾ. അത് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് വരുന്ന പരീക്ഷണങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് അള്ളാഹുലേക്ക് ഓടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം സെൻസിങ്ങിനെയും ഇൻറ്റ്യൂഷനെയും കാണിക്കുന്ന വാക്കുകളാണ്. ഒറ്റ സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതാക്കി പറയാണ്. സെൻസിങ് എന്നുള്ള ആളുകൾക്ക് ഫാക്ട്സ് ആണ്. ഓക്കെ, അവർക്ക് എന്താണ് ശരിക്കുള്ള യാഥാർത്ഥ്യങ്ങളാണ് അവർക്ക് ഇഷ്ടം. റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് കൂടുതൽ അവരെ എൻജോയ് ചെയ്യിപ്പിക്കുക. സ്പെസിഫിക് ആയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തോ നടക്കും എന്നൊന്നും വിചാരിച്ച അവരിരിക്കില്ല. അവരിപ്പോ എന്താ നടന്നത് അല്ലെങ്കിൽ എന്താ നടക്കുന്നതെന്നാ ചോദിക്കുക. അവര് ഒരുപാട് ചേഞ്ചസിന് ഇഷ്ടപ്പെടില്ല. അവരിങ്ങനെ ഉള്ളത് വെച്ചിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരായിരിക്കും. കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിരിക്കും. എന്താണ് എന്നുള്ളത്, എന്തായിരിക്കും എന്ന് അവർ ചിന്തിക്കൂല. എന്താണ് ഇപ്പോ എന്നുള്ളതാണ് അവർ ചിന്തിക്കുക. ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ ഫാക്ട്സിനെക്കാളും കൂടുതൽ ഐഡിയാസിന്റെ മേലെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കണം, യു ക്യാൻ ബി ഇൻ ബിറ്റ്വീൻ. അതായത് രണ്ടിന്റെ ഇടയിലാവാം, രണ്ടും ഒരുപോലെ യൂസ് ചെയ്യുന്ന ആൾ ആവാം. അപ്പം എനിക്ക് തന്നെ ചില സമയത്ത് തോന്നാറുണ്ട്, ഞാൻ സെൻസിങ് ആണോ കുറേ കാര്യങ്ങളിൽ അതെ, ഇൻറ്റ്യൂട്ടീവ് ആണോ കുറേ കാര്യങ്ങളിൽ അതെ, രണ്ടിന്റെ ഇടയ്ക്ക് എവിടെയോ ആണ്. അപ്പം അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർ ചിലപ്പം കൂടുതൽ സെൻസിങ് ആയിരിക്കും, ചിലർ കൂടുതൽ ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. അങ്ങനെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ ഐഡിയാസിന്റെ മേലെ, ഫാക്ട്സിനെക്കാളും ഐഡിയാസിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ചിലർക്ക് അതിന് പെർഫെക്റ്റ് ആയിട്ട് രണ്ടിന്റെയും കൂടെ കോമ്പിനേഷനും വർക്ക് ചെയ്യിക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, പിന്നെ റിയലിസ്റ്റിക് എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇമാജിനേറ്റീവ് ആയിരിക്കും. എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതിനേക്കാളും എന്താക്കാം യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ പറ്റുമോ എന്നുള്ള കൂടുതൽ ഭാവി പരമായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. പിന്നെ സെൻസിങ് ആയിട്ടുള്ള ആളുകൾ കുറച്ചും കൂടി സ്പെസിഫിക് ഡീറ്റെയിൽ ആയിട്ടാകുമ്പോൾ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾ ജനറൽ ആയിട്ട് മൊത്തത്തിലുള്ള ഒരു പിക്ചർ എന്താണെന്ന് അവർ ചിന്തിക്കുള്ളൂ. ഓരോ കുത്തും കോമയൊന്നും അവര് നോക്കൂല. പിന്നെ സെൻസിങ് ആയിട്ടുള്ള ആളുകൾ പ്രസന്റിൽ എൻഗേജ്ഡ് ആയിരിക്കും. ഇപ്പൊ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്താ നടന്നു കഴിഞ്ഞത്. ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഓക്കെ, നാളെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. അവർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരായിരിക്കും. പ്രാക്ടിക്കലിനെക്കാളും ആപ്ലിക്കേഷനെക്കാളും അവർക്ക് കൂടുതൽ തിയറിനോടായിരിക്കും ഇഷ്ടം. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് എന്താണെന്ന് ചിന്തിക്കുന്നതിനേക്കാളും എന്തായിരിക്കാം, വാട്ട് കുഡ് ബി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇൻറ്റ്യൂട്ടീവ്. ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, അപ്പം ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് കാര്യങ്ങളോ ഈവൻ ഫോൺ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഓൾഡർ ആയിട്ടുള്ള ജനറേഷന് ഇപ്പോഴത്തെ യങ്ങർ ജനറേഷന്റെ അത്രയും അവർക്ക് അതിനെ എടുക്കാൻ പറ്റുള്ളൂ. അതെ, പല കാര്യങ്ങളും ചിലപ്പം പേരക്കുട്ടികൾ വല്യമ്മമാരോട് ഇത് എത്ര പ്രാവശ്യമായി ഞാൻ പറഞ്ഞിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അപ്പം ഇതൊക്കെ അവരുടെ ആ ഒരു ഇൻറ്റ്യൂട്ടീവ് സ്വഭാവത്തിന്റെ, കാരണം സെൻസിങ് സ്വഭാവമുള്ള ആളുകൾക്ക് ജനറ്റിക്കലി അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ ആ ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു കാര്യം, പ്രാക്ടിക്കൽ എന്നുള്ള കാര്യം അവർക്ക് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഈസിയാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്വിച്ച് ചെയ്യാനും ആപ്പ് മാറ്റാനും അത് യൂസ് ചെയ്യാനും ഒക്കെ അവരുടെ സിസ്റ്റത്തിൽ അങ്ങനെയാണ്. പക്ഷെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾ എന്താണ്, അവർക്ക് ഇത് ഓരോ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് ഒന്നും അവർക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. അവർ പ്രാക്ടിക്കലിനെക്കാളും തിയറി, ഇപ്പം ചിലർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എഴുതി കൊടുക്കേണ്ടി വരും അല്ലെ. പ്രായമുള്ളവർക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ബട്ടൺ ഞെക്കണം, എന്നിട്ട് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് വരണം. അപ്പൊ ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല എന്താ ചെയ്യേണ്ടത്. കാരണം അവർ തിയറി നോക്കുന്ന ആൾക്കാരാണ്. പ്രാക്ടിക്കൽ അപ്രോച്ച് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു ദോഷമല്ല, അവരുടെ നേച്ചറാണ്. ഇത് ഇവരുടെ നേച്ചറാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ രണ്ട് നേച്ചറിനെയും കൂടുതൽ പ്രയോജനപ്രദമായിട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. രണ്ടിലും ഗുണങ്ങളുണ്ട് അല്ലെ. രണ്ടിന്റെയും ഗുണങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും മാറ്റങ്ങൾ അനിവാര്യമായ സ്ഥലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കാനും അതെങ്ങനെ വരുത്തണം എന്നുള്ളത് ദുആ ചെയ്യാനും അതിന്റെ ഹിക്മത്ത് റബ്ബിനോട് തേടാനും പറ്റുന്ന ആളുകളായിരിക്കണം നമ്മൾ. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഏകദേശം ഇപ്പോഴേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ സെൻസിങ് ആണോ അതോ ഇൻറ്റ്യൂട്ടീവ് ആണോ, ഓരോരുത്തർക്കും കുറച്ച് അല്ലെങ്കിൽ രണ്ടും കൂടെ ആണോ അല്ലെ. നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ രണ്ടും കൂടെ പലപ്പോഴും സെൻസിങ്ങും ഇൻറ്റ്യൂഷനും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും പല ഒബ്സർവേഷൻസും നടത്താറ്. നമ്മൾ കുറെ ഡേറ്റനെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ കുറെ ഈ പറഞ്ഞ പോലെ ഊഹങ്ങളും നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഒക്കെ അതും ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു പ്രിഫറൻസ് ഉണ്ടാവും.
എന്താണ് നമുക്ക് കൂടുതൽ, ഓക്കെ, ഫാക്ട്സിനോടാണോ കൂടുതൽ ഇഷ്ടം, അതോ ഗസ് വർക്കിനോട് അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂഷനോടാണോ, നമ്മുടെ ഉള്ളിൽ തോന്നുന്നതിനോടാണോ കൂടുതൽ ഇഷ്ടം, എന്താണ് നമുക്ക് കൂടുതൽ എനർജി തരുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് നമുക്ക് കൂടുതൽ തൃപ്തി തരുന്നത് എന്നുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, നമ്മൾ എന്താ പറയാ, ഇത് രണ്ടും ഒരേപോലെ, അതായത് നമുക്ക് പ്രിഫറൻസ് ഉണ്ട്. ഓക്കെ, സെൻസിങ്ങും ഇൻറ്റ്യൂഷനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളത് രണ്ടും ഒരേ ട്രസ്റ്റോട് കൂടിയല്ല എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോന്നിനോടും ഒരു പ്രിഫറൻസ് ഉണ്ടാവും. ചിലർക്ക് സെൻസിങ്ങിനോടായിരിക്കും കൂടുതൽ പ്രിഫറൻസ്, ചിലർക്ക് ഇൻറ്റ്യൂഷനോടായിരിക്കും കൂടുതൽ പ്രിഫറൻസ്. ഓക്കെ, ഇനി ക്വിസാണ്. ക്വിസ് ഞാൻ വേറെ റെക്കോർഡിങ്ങിൽ തന്നെ ചെയ്യാം ഇൻഷാല്ല, കാരണം അതിന് ചെറിയൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. അത് നിങ്ങൾക്കത് യൂട്യൂബിൽ പബ്ലിക്കായിട്ട് ഇട്ടുകൂടാം. അപ്പം അതിന് ശേഷം ചെയ്യാം ഇൻഷാല്ല. അപ്പം ഈ കാര്യങ്ങൾ അതിനകത്ത് പറയേണ്ടി വരും. ഓക്കെ, ഓക്കെ, ക്വിസിൽ വരുന്ന കാര്യങ്ങളാണ് ഇൻഷാല്ല. അപ്പം എല്ലാവർക്കും എന്താണ് കുറച്ചെങ്കിലും ഇതെന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. നമ്മളൊക്കെ ചെറിയ തോതിൽ സെൻസിങ്ങോ അല്ലെങ്കിൽ കുറച്ച് ഇൻക്യൂട്ടീവോ ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. പിന്നെ ഇപ്പം ചിലരെങ്കിലും ഇൻറ്റ്യൂട്ടീവ് ആണെങ്കിൽ പോലും അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അവരെ മാറ്റിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ 12 കൊല്ലം 16 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം 24 കൊല്ലം ഒക്കെ പഠിച്ച് നമ്മളെ തന്നെ നമ്മളെ ട്രെയിൻ ചെയ്ത് ഈ പറഞ്ഞ പോലെ റൈറ്റ് ഹാൻഡോട് സൈൻ ചെയ്യുന്നതിനെ ലെഫ്റ്റ് ഹാൻഡോട് ട്രെയിൻ ചെയ്ത് ചെയ്യിപ്പിക്കാം എന്നുള്ള ആ ഒരു ലെവലിൽ നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പ് മാറിയ ആളുകളായിരിക്കും അല്ലെ. ഒന്നിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില എക്സ്പീരിയൻസ് കാരണം കുറെ കാലം നമ്മൾ ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. ഓക്കെ, ഗട്ട് ഫീലിംഗിൽ എന്താ തോന്നിയതെന്ന് ചെയ്ത ആൾക്കാരായിരിക്കും. പിന്നെ നമുക്ക് മനസ്സിലാവില്ല അതൊക്കെ തെറ്റായിരുന്നു, എന്നിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ അത് നമ്മൾക്ക് തന്നെ നമ്മൾ അതുപോലെയുള്ള പല ചേഞ്ചസും ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ നമ്മളെ ചുറ്റുപാടുള്ള ആളുകൾക്കും അങ്ങനെ ചിലര് സെൻസിങ് ആയിരിക്കും, ചിലർ ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. അതിനനുസരിച്ചായിരിക്കും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കോഫി ബീൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ആദ്യം കോഫി ബീൻസ് കാണിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കോഫി ബീൻസ് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിനകത്തൊരു മനുഷ്യന്റെ ഫേസ് ഉണ്ടോ എന്ന് ചോദിച്ച് അത് കണ്ടതിന് ശേഷം പിന്നെ തിരിച്ച് എനിക്ക് ആദ്യത്തേലേക്ക് പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് എന്താ ചോദിച്ചാൽ നിങ്ങൾ കോഫി ബീൻസ് എന്ന് മാത്രമല്ല പറയാ, അവിടെ ഒരു ഫേസും ഹ്യൂമൻ ഫേസും ഉണ്ടെന്ന് പറയാം അല്ലെ. അതുപോലെയാണ് ഇത്. നമുക്ക് മനുഷ്യന്മാരുടെ ഇടയിൽ സെൻസിങ് ആയിട്ടുള്ള ആൾക്കാരും ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പിന്നെ നമുക്ക് ആ ഒരു പിക്ചറിലാണ് ആളുകളെ കാണാൻ പറ്റുക അല്ലെ. ആ ഒരു രീതിയിലാണ് ആളുകളെ ഡീൽ ചെയ്യാൻ പറ്റുക. പ്ലസ് എപ്പോഴും മനസ്സിൽ വെക്കുക, അതായത് ഞാൻ എന്താണോ അതാണ് ശരി, ബാക്കിയുള്ളവരൊക്കെ തെറ്റാന്ന് വിചാരിക്കുന്നതിനേക്കാളും എന്താക്കാം, അവരുടെയും എല്ലാ നേച്ചറിനും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവും. അതിന്റെ പോസിറ്റീവ് സൈഡ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അവരിൽ അനിവാര്യമായ മാറ്റങ്ങൾ വരുത്തണം. പക്ഷെ അത് ഹിക്മത്തോടു കൂടി ചെയ്യുക. പുഷ് ചെയ്ത് പ്രഷറൈസ് ചെയ്ത് എടുങ്ങേറാക്കി ചെയ്യരുത്. ഹിക്മത്ത് എവിടുന്നാ കിട്ടുക? റബ്ബിന്റെ അടുത്താണോ കിട്ടുക? എവിടുന്ന എങ്ങനെയാ അത് കിട്ടുക? തഖ്വയിലൂടെ. അള്ളാഹു നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിച്ചോളും. അമലുകൾ എങ്ങനെ ചെയ്യണം എന്ന് അള്ളാഹു പഠിപ്പിച്ചോളും. ഈ അമലിയായ ഹിദായത്തിന്റെ ഭാഗമാണ് നമ്മൾ എല്ലാവരെയും ഹാൻഡിൽ ചെയ്യുന്നതും എല്ലാവരുടെ കാര്യത്തിലും നമ്മൾ ഇത് സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളതും. ശരിക്കും എല്ലാം ഭയങ്കര സിമ്പിളാണ്. പറഞ്ഞതുപോലെ ചെയ്തു പോയി കഴിഞ്ഞാൽ അള്ളാഹ് പറഞ്ഞതുപോലെ ശരിക്കും സൂറത്ത് ഫാത്തിഹയിൽ അള്ളാഹിന്റെ അടുത്ത് ദുആ ചെയ്ത് ബക്രയിൽ ആദ്യത്തെ ഒരു 4-5 ആയത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് മുന്നോട്ട് പോകാനുള്ളതേ ഉള്ളൂ ജീവിതം. പക്ഷെ അത്ര എളുപ്പമൊന്നുമല്ല. കാരണം നമുക്ക് ഈ പറഞ്ഞ അറ്റാച്ച്മെന്റ്സ് ഉണ്ട് അല്ലെ, അവിടെയും ഇവിടെയൊക്കെ ഇഷ്ടങ്ങളുണ്ട്, പല എന്താണ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിലെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒറ്റക്ക് വിചാരിച്ചാൽ കഴിയൂല. എന്ത് വേണം? അള്ളാഹിന്റെ സഹായം വേണം. അള്ളാഹിന്റെ സഹായം എങ്ങനെയാ എത്തുന്നത്? ഇൽമിലൂടെ സഹായം, എക്സ്പീരിയൻസിലൂടെ, പരീക്ഷണങ്ങളിലൂടെ സഹായം എത്തുന്നുണ്ട് അല്ലെ. അപ്പം ആ പരീക്ഷണങ്ങളിലൂടെ എത്തുന്ന സഹായത്തിനെ നോക്കി കാണണമെങ്കിൽ നമുക്ക് കുറച്ചൊരു എൽമ വേണം അല്ലെ. ഇപ്പം ഇന്ന് കിട്ടിയ എൽമ കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പല പരീക്ഷണങ്ങളും നമ്മുടെ ചുറ്റുപാടുമുള്ള പല ആളുകളും നമുക്ക് എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണവും അതിന്റെ കൂടെ സഹായവും ആവുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അതായത് നമ്മൾ ആദ്യം അവിടെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ, എനിക്ക് മാറാൻ പറ്റുന്നില്ല എന്നുള്ള സ്റ്റക്കായി നിൽക്കലിൽ എൽമ തരുമ്പം ആ എൽമിനനുസരിച്ച് നമുക്ക് മാറാൻ പറ്റുന്നത് എപ്പോഴാ? ഇതുപോലെ അനുഭവങ്ങളും ആളുകളും പരീക്ഷണങ്ങളും വരുമ്പോൾ. അത് ആദ്യം ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് തൗബ ചെയ്ത് മടങ്ങാം, വീണ്ടും ചെയ്യാം, വീണ്ടും റബ്ബിന്റെ അടുത്ത് സഹായം ചോദിക്കാം, വീണ്ടും ഇസ്തിഗ്ഫാർ ചെയ്യാം അല്ലെ. അപ്പം അതിലും ഏറ്റവും വലിയ ബ്യൂട്ടി എന്താന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ആ ഫൈനൽ റിസൾട്ടിനല്ല പ്രതിഫലം, നമ്മുടെ ശ്രമങ്ങൾക്കാണ് പ്രതിഫലം. ഫൈനൽ റിസൾട്ട് അള്ളാഹിന്റെ സഹായത്തോട് കൂടി തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം അത്രയും നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പിനും നമുക്ക് അവിടെ പോയിന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് റബ്ബ് സുബ്ഹാനല്ലാഹ്. ശരിക്കും എന്ത് റിവാർഡിങ് ആ ലൈഫ് അല്ലെ, എന്ത് ഭംഗിയാ. നമ്മൾ വെറുതെ ഒരാളുടെ അടുത്ത് ഇപ്പം നമ്മൾ ഇയാൾ ഇന്നത് പറയുമ്പോൾ ക്ഷമിക്കണം എന്ന് വിചാരിച്ച് ഇതിനു വേണ്ടി ശ്രമിച്ച്, പക്ഷെ എന്നെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റിയില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയി,
വേഗം റബ്ബിന്റെ അടുത്ത് പോയിട്ട് റബ്ബെ അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ തൗബ ചെയ്യണം, റബ്ബെ ഞാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല. ആ അടുത്ത സ്റ്റെപ്പിന് പോലും നമുക്ക് പ്രതിഫലമാണ്. അള്ളാഹിന്റെ അടുത്തേക്ക് ഒരു സ്റ്റെപ്പും കൂടെ നമ്മൾ അടുക്കുകയാണ് അല്ലെ. അള്ള എല്ലാ ടിപ്സും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളാണ് ഫുൾ നെഗറ്റീവ് ആക്കി ജീവിച്ചിരിക്കുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പം ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് കുറച്ചു കാലത്തേക്ക് നമുക്ക് റിഫ്ലക്ഷൻസ് തന്നെയാണ്. കാരണം ഇതിലൊന്നും നമുക്ക് പെട്ടെന്ന് ഒരു ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ പറ്റിയ കാര്യമൊന്നുമല്ല. ഒരുപാട് റിഫ്ലക്ഷൻസ് ആണ് ഉണ്ടാവുക. നമ്മളൊക്കെ ശരിക്കും നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചും നമ്മുടെ ജീവിതത്തിലെ ആളുകളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്കും ഹെൽപ്പ് ആവും, മറ്റുള്ളവർക്കും ഹെൽപ്പ് ആവും. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീക്കിന്റെ ക്ലാസ്സിന്റെ കാര്യം വലിയൊരു ഉറപ്പില്ല. പറ്റുമെങ്കിൽ എടുക്കാം, ഞാൻ ഫ്ലയർ ഇടാം. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനടുത്ത ആഴ്ച കാണാം. റിഫ്ലക്ഷൻസ് കഴിയുന്നവരൊക്കെ തേഴ്സ്ഡേ ഗ്രൂപ്പ് ഓപ്പൺ ആകുമ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ കേട്ട് വിടാനുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കണം, ചിന്തിച്ചുകൊണ്ടേയിരിക്കണം, പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇൻഷാ അല്ലാഹ്. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا اجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. റെക്കോർഡിംഗ് ഓഫ് ചെയ്തിട്ട് മറ്റേ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും.